നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഗവർണർക്കെതിരെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി സർക്കാരിന്റെയും CPM-ന്റെയും മറുപടിയാണ് ഇന്ന് തലസ്ഥാനത്ത് കണ്ടത്. പോലീസ് നോക്കി നിന്നപ്പോൾ SFI പ്രവർത്തകർ കേരള സർവകലാശാലയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. മതിൽ ചാടിയും വാതിലുകൾ തള്ളി തുറന്നും സമരക്കാർ സർവകലാശാല ആസ്ഥാനത്ത് കടന്നു കയറുമ്പോൾ ഒന്ന് തടയാൻ പോലും പോലീസ് മെനക്കെട്ടില്ല. മറിച്ച് ഒന്നാം നിലയിലേക്ക് SFI-ക്കാർ കഷ്ടപ്പെട്ട് കയറുമ്പോൾ പോലീസിന്റെ ഒരു കൈ സഹായം. പടികൾ കയറിപ്പോകുമ്പോഴും പോലീസ് അകമ്പടി. വൈസ് ചാൻസലറുടെ ഓഫീസിനടുത്തുവരെ സമരക്കാർ എത്തി. ഒടുവിൽ AKG സെന്ററിൽ നിന്ന് MV ഗോവിന്ദൻ എത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. സർവകലാശാലയുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ശ്രമിക്കേണ്ട പോലീസ് സമരക്കാർക്ക് കാവൽ നിന്നത് സർവകലാശാലയുടെ നിയന്ത്രണം SFI-യെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സമരക്കാർ ഇന്ന് കേരള സർവകലാശാലയിലേക്ക് കുതിച്ചെത്തിയ ദൃശ്യങ്ങൾ, ഒന്നാം നിലയിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ. ഇതിനിടെ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറിലേറെ സമയം കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI-ക്കാർ കൈയടക്കുകയായിരുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. ആ സമയം ആദ്യ 45 മിനിറ്റ് നേരം പോലീസ് ഒന്നും ചെയ്തില്ല. VC-യുടെ ഓഫീസിന്റെ തൊട്ടടുത്തുവരെ, ആ ഗ്രില്ലിന്റെ അടുത്തുവരെ എത്തുവാൻ SFI-ക്കാർക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് പോലീസ് കുറച്ചെങ്കിലും ഈ പ്രവർത്തകരെ നീക്കം ചെയ്യുവാൻ ശ്രമിച്ചത്. തുടക്കത്തിൽ SFI-ക്കാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. അതിനുശേഷം ഒന്നാം നിലയിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ. ഇതിനിടെ പോലീസ് ഒന്നാം നിലയിലും ഉണ്ടായിരുന്നു, പക്ഷേ തടയാൻ ശ്രമിച്ചില്ല. അതുമാത്രമല്ല, സർവകലാശാല പരിസരത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു, പക്ഷേ ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് അല്പം ശമനം ഉണ്ടായത്. MV ഗോവിന്ദൻ എത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. കേരള സർവകലാശാല ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഇന്ന് SFI ഏറ്റെടുക്കുകയായിരുന്നു. ഗവർണർക്കും വൈസ് ചാൻസലർക്കും എതിരായ ഒരു സമരമാണ് ഇന്ന് SFI കേരള സർവകലാശാലയിൽ നടത്തിയത്. അതിന് പോലീസ് കൂട്ടുനിൽക്കുന്ന കാഴ്ചയും കണ്ടു. പ്രൈം ഡിബേറ്റ് വിശദമായി ചർച്ച ചെയ്യുകയാണ്. SFI-ക്കാർക്ക് കൂട്ടുനിൽക്കുന്ന പോലീസ്. പ്രൈം ഡിബേറ്റിൽ ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ RS ശശികുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീജിത്ത് പണിക്കർ, പോലീസ് ഇങ്ങനെ പെരുമാറിയാൽ മതിയായിരുന്നോ ഇന്ന് കേരള സർവകലാശാലയിൽ? തുടക്കത്തിൽ SFI പ്രവർത്തകർക്ക് ആ ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. വളരെ അനായാസം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. ശരിക്കും സർവകലാശാല കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ SFI-ക്കാരെ തടയേണ്ടതായിരുന്നില്ലേ? അതിനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ ഇന്ന്? നിശ്ചയമായും ഉണ്ടായില്ല എന്ന് പറയാം മഞ്ജുഷ്. നമ്മൾ ഈ ഒരു സംഭവത്തിനെ വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യപരമായിട്ടുള്ള പല സമരമാർഗ്ഗങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാരതാംബ വിഷയത്തിൽ അല്ലെങ്കിൽ ചാൻസലറും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഈ പ്രശ്നത്തിലൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അഭിപ്രായം പറയാമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അവർക്ക് അഭിപ്രായം പറയാം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവർക്ക് സമരം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യപരമായി സമാധാനപരമായിട്ടുള്ള സമരം ചെയ്യാനും അവർക്ക് എല്ലാ വിധത്തിലുള്ള അവകാശവുമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സമരങ്ങൾ വരുന്ന സമയത്ത് അതിനെ പോലീസ് നേരിടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കാണുന്നതാണ്. ഇപ്പം ഇതേ സമയത്ത് തന്നെ ഒരു താരതമ്യത്തിന് വേണമെങ്കിൽ മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങൾ ഒക്കെ തന്നെ സമരം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് പോലീസ് നേരിടുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. പോലീസിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ അവിടെ ഒരു ബാരിക്കേഡ് വെക്കുന്ന സമയത്ത് ആ ബാരിക്കേഡ് തള്ളി തകർക്കുന്നതിനും അതിന് പുറത്തേക്ക് കയറുന്നതിനും അതിനെ ഭേദിക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെയൊന്നും തന്നെ സാധാരണഗതിയിൽ പോലീസ് അനുവദിക്കാറില്ല. പക്ഷെ ഇവിടെ അത് അനുവദിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് അവർ ആ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അവരിങ്ങനെ ഈ സമരക്കാർ ഓടിപ്പോകുന്ന സമയത്തെല്ലാം അവിടെ ഇവർ നിൽക്കുകയാണ്. പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് അവർ പോയി ഈ കെട്ടിടത്തിലേക്ക് കയറുകയാണ്. സർവകലാശാല കെട്ടിടത്തിലേക്ക് കയറുന്നു. എന്നിട്ട് അവിടെ അടച്ചിട്ടിരിക്കുന്ന പല വാതിലുകളും അവർ ബലപ്രയോഗത്തിലൂടെ തള്ളിത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ജനലുകൾ വഴി ആൾക്കാർ കയറുന്നു. കൂടുതൽ ആൾക്കാരെ അതിൽ നിന്ന് അപകടകരമാം വിധം അതിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് അവിടെ ചെന്നിട്ട് VC-യുടെ ചേംബറിന് അടുത്തേക്ക് ഇവരെത്തുന്ന ഒരു സമയത്ത് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ മണിക്കൂറുകളോളം, ഏതാനും മിനിറ്റുകളല്ല, മണിക്കൂറുകളോളം സർവകലാശാലയുടെ നിയന്ത്രണം അവിടെയുള്ള പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായി ബോധ്യമാകുന്ന തരത്തിലുള്ള. പക്ഷേ പോലീസുകാർ ആവശ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അല്ലെ? പോലീസുകാർ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ബാരിക്കേഡ് മറികടന്ന് അവർക്ക് പോകുവാനുള്ള അവസരം അവിടെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഒട്ടും കഷ്ടപ്പാട് SFI-ക്കാർക്ക് ഉണ്ടായില്ല സർവകലാശാല കോമ്പൗണ്ടിലെത്താൻ. പിന്നെ കുറച്ചെങ്കിലും കഷ്ടപ്പെട്ടത് ഒന്നാം നിലയിലേക്ക് പിടിച്ചു കയറുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ദൃശ്യങ്ങളും കാണാം. ഒന്നാം നിലയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി
ചുമരിലൂടെ കയറാതിരിക്കാൻ വേണ്ടി പോലീസിന് തടയുവാൻ കഴിയുമായിരുന്നു. പോലീസ് മുകളിലും ഉണ്ടായിരുന്നു, താഴെയും പോലീസുകാരുണ്ടായിരുന്നു. വളരെ അപകടകരമായ രീതിയിൽ ഈ രീതിയിൽ മുകളിലേക്ക് കയറിയിട്ട് പോലും പോലീസ് തടയാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം പടികൾ കയറി രണ്ടാം നിലയിലേക്ക് പോകുവാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതും കേരള സർവകലാശാല ആസ്ഥാനത്താണ് ഇങ്ങനെ നടന്നത്. വൈസ് ചാൻസലർ ഉണ്ടായിരുന്നില്ല, പക്ഷേ കേരള സർവകലാശാല പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇത് നടന്നത് എന്നതാണ്. ശ്രീ R.S. ശശികുമാർ, താങ്കൾ എങ്ങനെ കാണുന്നു SFIയുടെ ഈ സമരത്തെയും പോലീസ് അതിനെ നേരിട്ട ഈ രീതിയെയും, നേരിട്ടു എന്ന് പറയുവാൻ പറ്റില്ല, സഹായിച്ച ഈ രീതിയെയും? അല്ല, ഇത് നമ്മൾ ഇന്ന് നേരിട്ട് TV മുഴുവൻ കണ്ടതാണല്ലോ. ഇത് നടന്നതെന്ന് വെച്ചാല് ഇതൊരു ഗുണ്ട വിളയാട്ടമാണ് നടന്നത്. സർക്കാർ സ്പോൺസേഡ് ആയിരുന്നു. ഞാൻ സർക്കാർ സ്പോൺസർ എന്ന് പറയാൻ കാരണം, സമരം ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ CPMന്റെ സെക്രട്ടറി ഗോവിന്ദൻ അവിടെ വരുന്നുണ്ട്. വന്ന് ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ എന്നല്ല, സർക്കാർ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്, പാർട്ടിയുടെ എല്ലാ പിന്തുണയും നിങ്ങളുടെ സമരത്തിൽ ഉണ്ടായിരിക്കും. എന്ത് സമരത്തിന് വേണ്ടിയാണ്? അതിലുള്ള 1-2 വിദ്യാർത്ഥികൾ എനിക്ക് പരിചയമുള്ള കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സർവകലാശാലയിൽ പോയത്? അവർക്കറിയില്ല. അവർ പറയുന്നത് അത് ഞങ്ങളുടെ SFIയുടെ തീരുമാനമാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കയറിയത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയത്, സർവകലാശാല 1958 ആരംഭിച്ചപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ ഒരു മനോഹരമായ തേക്കിലുള്ള ഒരു ഗേറ്റ് ഉണ്ട്. വളരെ മനോഹരം. ഞാൻ വേറൊരിടത്ത് ഇത്രയും മനോഹരമായ ഒരു ഗേറ്റ് കണ്ടിട്ടില്ല. ആ വാസ്തവത്തിൽ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രസ്റ്റീജ്, ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന നാൾ മുതൽ അത് കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ആ ഗേറ്റിനെ അടിച്ച് തകർക്കുമ്പോൾ പോലീസുകാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗവൺമെന്റ് സ്പോൺസർ സമരമാണെന്നുള്ള സംശയം വേണ്ട. എന്തിനു വേണ്ടിയാണ് ഈ സമരമെന്ന് ചോദിച്ചാൽ, അവിടെ വിളിക്കുന്നത് ഗവർണർക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം സംഘി ഗവർണർ ഗോ ബാക്ക്, സംഘി VC ഗോ ബാക്ക്. ഞാൻ വിചാരിച്ചേ സംഘി VC ഗവർണർ ഗോ ബാക്ക് ഇവിടെയാണോ വിളിക്കേണ്ടത്? രാജ്ഭവന്റെ മുമ്പിൽ ഇരുന്ന് വിളിക്കേണ്ടത്. പക്ഷേ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, കഴിഞ്ഞ ദിവസം 2 ദിവസത്തിന് മുമ്പ് ആ രാജ്ഭവന്റെ മുമ്പിൽ ധർണ നടത്തിയപ്പോൾ എന്നോട് പത്ര റിപ്പോർട്ടർ ചുരുക്കം ചില SFI വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും പെട്ടെന്ന് മാറിയിട്ട് DYFIക്കാരെ സമരം ഏറ്റെടുത്തു. കാരണം നമ്മുടെ കുട്ടികൾ രാജ്ഭവന് മുമ്പിൽ സമരത്തിന് പോകാൻ തയ്യാറല്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവനെല്ലാം നാളെ ഭാവി ഇവിടെ ഇല്ലെന്നറിയാം. അവന് വിദേശത്ത് പോകണം, പാസ്പോർട്ട് വേണം. ആ പാസ്പോർട്ട് പോലും നഷ്ടപ്പെടുമെന്ന് നമ്മുടെ കുട്ടികൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് SFIയുടെ വിദ്യാർത്ഥികളെ രാജ്ഭവനിൽ പോകാൻ കിട്ടാനില്ല. പിന്നെ അവിടെ സമരം പിറ്റേത് അന്ന് വൈകുന്നേരം ചെയ്തത് DYFIക്കാരെ. കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതമൊക്കെ പാഴായി കഴിഞ്ഞു. ഇനി അവർക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചില ഗുണ്ടാപ്പണിയോ തെരുവ് പണികളോ ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റുള്ളൂ. ആ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നത് കൊണ്ട് ഇന്ന് കോളേജുള്ള ദിവസമായിട്ട് കോളേജിലെ കുട്ടികളെ, പെൺകുട്ടികളെ, ആൺകുട്ടികളെ പറ്റത്തോടുകൂടി വരച്ച് യൂണിവേഴ്സിറ്റി ഓഫീസിനകത്ത് കയറ്റി അടിച്ച് തകർക്കുകയായിരുന്നു. ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ SFI എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവർണർ പറഞ്ഞ കടമെടുത്താൽ ക്രിമിനലുകൾ മാത്രമല്ല, ഇതൊരു ഭീകര സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ റജി ലൂക്കോസ്, അതിനുള്ള മറുപടി എന്തായിരുന്നു ഇന്ന് SFIയുടെ ലക്ഷ്യമെന്ന് പോലും അറിയില്ല. VC അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി VCയുടെ ഓഫീസ് അടിച്ചു തകർക്കാനായിരുന്നു ശ്രമമെന്നറിയില്ല. എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, പോലീസ് കൈയും കെട്ടി നോക്കി നിന്നതേ ഉള്ളൂ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇവിടെ മാത്രമല്ല, ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ഇത് ആവർത്തിച്ചു. ശ്രീ റജി ലൂക്കോസ്, താങ്കളുടെ ഒരു മറുപടി ഇതിന്? അല്ല, കേരളത്തിലെ മതേതര ഭാവത്തെ തകർത്തുകൊണ്ട് കേരളം നേടിയെടുത്ത നവോത്ഥാന നായകന്മാരായ അയ്യങ്കാളിയും സഹോദരനയ്യപ്പനും ശ്രീനാരായണഗുരുവും ഒക്കെ നേടിയെടുത്ത് നമ്മുടെ കാലങ്ങളായിട്ട് ലോകത്തിന് അഭിമാനമായ കേരളത്തിന്റെ മതേതര ഭാവത്തെ തകർത്ത് സംഘീവൽക്കരിക്കാനും അതുപോലെ കാവ്യവൽക്കരിക്കാനും ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനും ഏത് അജരാക്കരല്ല ആര് ശ്രമിച്ചാലും കേരളത്തിന്റെ പുതിയ തലമുറ നേരിടും. ഒരു തർക്കമില്ല. പ്രത്യേകിച്ച് സർവകലാശാലയിൽ അതിനവരെ ഗുണ്ടകളെന്നോ ഭീകരപ്രവർത്തനത്തൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിച്ചു, യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരുടെ വലിയൊരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. നിങ്ങൾ ഈ പറഞ്ഞ ഗുണ്ടകളുടെയും ഈ ഭീകരപ്രവർത്തനം ചെയ്യുന്ന ഈ SFIയിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നത്? 97% വിദ്യാർത്ഥികൾ SFIയിലേക്ക് വരുന്നത് നിങ്ങളെപ്പോലെയുള്ള ഭീകരപ്രവർത്തകർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെപ്പോലുള്ളവരെ എന്താ പറയാ, കേരളത്തിലെ ജനങ്ങൾ എഴുതി തള്ളുന്നതിന്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഈ കുട്ടികൾ, പുതിയ തലമുറ ഇതിനോട് അനുഭവം പ്രവർത്തിക്കൊണ്ട് ഈ വിദ്യാർത്ഥി സംഘടന ചെയ്യുന്നത്. ഇവിടെ സമരം ചെയ്യുന്ന SFIക്കാർ മാത്രമല്ല കേട്ടോ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല സമയത്തും മറ്റു വിദ്യാർത്ഥി സംഘടനകളും സമരരംഗത്ത് ഇറങ്ങാറുണ്ട്, യുവജന സംഘടനകൾ ഇറങ്ങാറുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ സമരത്തിനിറങ്ങിയ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സമരത്തിന് നേരെ ഈ രീതിയിലാണോ പോലീസ് പ്രതികരിച്ചിട്ടുള്ളത്? അല്ലല്ലോ.
ഇവിടെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർ കേരളത്തിലെ സ്വകാര്യ മേഖലയ്ക്ക് അടിയുറ വെച്ച് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഒരു ലോബിക്ക് വേണ്ടി ഒരു സമരം നടത്തിയ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ യുവജന സെക്രട്ടറി ലാത്തിചാർജിലൂടെ ബലപ്രയോഗത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു വിഷയം നിങ്ങൾക്ക് കാണിക്കാമോ? അല്ലല്ല, ഈ രീതിയിൽ ബാരിക്കേഡ് വെച്ച് അവരെ മുന്നോട്ട് കടത്തിവിടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. ഇവിടെ എന്തുകൊണ്ട് കേരള സർവകലാശാല പോലെയുള്ള കേരള സർവകലാശാലയിൽ അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് തന്നെ എങ്ങനെ ഇത്രയും വിദ്യാർത്ഥികൾക്ക് ഇരച്ചെത്തുവാൻ കഴിയും? അവിടെ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും വിദ്യാർത്ഥികൾ ആ സമരത്തിലേക്ക് വരില്ല എന്ന് പോലീസ് അനുമാനിച്ചു. അതെങ്ങനെ അറിയാൻ പറ്റും? ആ ദൃശ്യങ്ങളിൽ ഒന്നും തുടക്ക സമയത്ത് പോലീസ് ഇടപെടുന്നത് കണ്ടിട്ടേയില്ല ശ്രീ റജി ലൂക്കോസ്. അപ്പോൾ മൗന അനുവാദം ഉണ്ടായിരുന്നു, അത് സർക്കാരിന്റെ അനുവാദമായിരുന്നു. പോലീസിന് അവിടെ ഇടപെടാൻ പറ്റുമായിരുന്നില്ല. അല്ല, അവിടെ പോലീസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്ന ബാരിക്കേഡ് ഉണ്ടായിരുന്ന ബാരിക്കേഡ് മറികടന്ന വിദ്യാർത്ഥികൾ ആ വാതിൽ വരെ എത്തി. അതൊരു വസ്തുതാപരമായ കാര്യം. അതിലൊക്കെ ഭയങ്കരമായ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് RSSും BJP പ്രവർത്തകരോട് നടത്തിയ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഈ പറയുന്ന ബാരിക്കേഡെല്ലാം മറികടന്നുകൊണ്ട് ഒരു യുവതിയും 2 യുവാക്കളും അപ്പൊ അതീവ സുരക്ഷയുടെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താഴത്തെ നില വരെ എത്തിയല്ലോ. അവിടെ വെച്ച് പോലീസ് പിടിക്കുമല്ലായിരുന്നു അന്ന് നിങ്ങൾ? അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് എത്തിയത്. പോലീസിന്റെ ഒരു സഹായം ഉണ്ടായില്ല. പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുമൊക്കെ പോകുന്നതാണ്. ഇവിടെ പോലീസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു, അതിനു മുമ്പിലൂടെ SFIക്കാർ അനായാസം പോകുന്നു, പോലീസിന്റെ സഹായം അവിടെ കിട്ടുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം അവിടെ പോലീസ് ഏത് രീതിയിലാണ് ഇടപെട്ടത് എന്ന്. അല്ല, ദൃശ്യങ്ങൾ BJPക്കാർ മാത്രമല്ലെന്നേ, ടെലികാസ്റ്റിംഗ് ദൃശ്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാണുന്ന വിവിധ ചാനലുകൾ, ന്യൂസ് 18 ഉൾപ്പെടെ ഞങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കേരളത്തിൽ. ഇതിലപ്പുറമായ സമരങ്ങൾക്ക് കേരളം വേദിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സർവകലാശാല എന്താ പറയാ, കേരളത്തിന്റെ വിദ്യാർത്ഥികളെ പോലും വഞ്ചിച്ചുകൊണ്ട് കേരളത്തിൽ എന്താ പറയാ RSS വർക്കുകൾ നടത്താൻ അജ്രേക്കർ ബീഹാറിൽ ശ്രമിച്ചു. ഏതാണ്ട് 18ഓളം യൂണിവേഴ്സിറ്റികളിൽ അതേ ഏൽപ്പിച്ചു. കാരണം അവിടെ ഭരിക്കുന്നത് BJP കൂട്ടുകക്ഷി അതുപോലെ ഗോവയിൽ ഇദ്ദേഹം നടത്തിയതൊക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് നടത്തിയ ശ്രമങ്ങളും അത് നടപ്പാകാൻ വന്നപ്പോഴത്തേക്ക് ഗവർണർ പദവിയിലേക്ക് മാറിയതൊക്കെ ഇവിടെ അറിയാം. അത് ബഹുമാനപ്പെട്ട ഗവർണർ പദവി എന്ന് പറയുന്നത് ഒരു ആലങ്കാര പദവി മാത്രമേ ഉള്ളൂ. അതായത് ഒരു അധികാരമില്ല. അധികാരം അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയുടെ മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ്. 2021 സുപ്രീം കോടതി വീണ്ടും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്തരവിലൂടെ. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ഗവർണറുമായിട്ടുള്ള വിഷയത്തിൽ സുപ്രീം കോടതി വീണ്ടും ആവർത്തിച്ചു. കൂടാതെ കണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഈ പദവി തന്നെ വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ ഇന്ത്യ പാർലമെന്റിന് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഗവർണർ എന്ന പദവിയുണ്ട്, ചാൻസലർ എന്ന പദവിയും സംസ്ഥാനത്തുണ്ട്. അതും ഇതുവരെ റദ്ദാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സർക്കാർ ശ്രമിച്ചു എങ്കിൽ പോലും. ശ്രീ RS ശശികുമാർ, ഇവിടെ റജി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് സംഘിവൽക്കരണത്തിനെതിരെയുള്ള സംഘപരിവാർ വൽക്കരണത്തിനെതിരെയുള്ള ഒരു സമരമായിരുന്നു, ഗവർണർക്കെതിരെയുള്ള സമരമായിരുന്നു. അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കടമയാണ്, അതവർ നിർവഹിക്കുകയാണ് ഉണ്ടായതെന്ന്. അല്ല, വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു പരാതി ഇല്ലെന്നേ. സർവകലാശാല പണ്ടത്തെക്കാളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെയുള്ള എംപ്ലോയീസിനോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ ഇപ്പോഴാണ് സർവകലാശാല നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നത്. അവിടെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കുന്ന കുട്ടികളെ പാസ്സാക്കാൻ കഴിയുന്നില്ല. അവരുദ്ദേശിക്കുന്നവരെ PhD എടുക്കാൻ കഴിയുന്നില്ല. സർവകലാശാലയിൽ വൈസ് ചാൻസലർമാർ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ അവര് സംഖ്യയാണെന്ന് ആര് പറഞ്ഞു? ഞാൻ കണ്ടിടത്തെ എല്ലാ വൈസ് ചാൻസലർമാരും ഇരുട്ടുള്ളവരാ. CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെ ഒക്കെ അനുഭവം അവർക്കുണ്ടായിരിക്കാം. ഇന്ന് ഞാനതാ പറഞ്ഞ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ വളയുന്നതിന് വേണ്ടി ആ യൂണിവേഴ്സിറ്റി അടിച്ചു തകർത്തിരിക്കുക. കാര്യം എന്താ? KSUവിന്റെ യൂണിയൻ പ്രസിഡന്റിനെ പർപ്പസ്ഫുള്ളായിട്ട് തോപ്പിച്ചു. 70% മാർക്കോടെ ഒരു കുട്ടിയെ പ്രോജക്റ്റിന് വെറും 34 മാർക്ക് കൊടുത്ത് തോപ്പിച്ചു അവിടുത്തെ പ്രിൻസിപ്പൽ. പർപ്പസ്ഫുള്ളായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതെന്താ? അതും ഒരു കുട്ടിയെ വധിക്കുന്നതിന് തുല്യമാണ്. അത് VC റിവൈസ് ചെയ്ത് കൊടുത്തു, ചെയർമാനെ കൊണ്ട് അന്വേഷിച്ചിട്ട്. അപ്പൊ യൂണിവേഴ്സിറ്റികളെ മുഴുവനും അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇപ്പൊ SFI കഴിയാത്തതിന്റെ ഒരു വളരെ നിരാശയുണ്ട്. അതിനവർ പറയുന്നതാണ് സംഘവൽക്കരണം. ഞാൻ കാണുന്നില്ല ഒരിടത്തും സംഘവൽക്കരിച്ചിട്ടുള്ളതായിട്ട്. സർവകലാശാലകൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ സർവകലാശാല കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ നല്ല വൈസ് ചാൻസലർമാർ വേണം, പെർമനന്റ് വൈസ് ചാൻസലർമാർ വേണം. അതിനുവേണ്ടി വിദ്യാർത്ഥികൾ ആവശ്യപ്പെടരുത് സ്ഥിരം വൈസ് ചാൻസലർമാർ വേണമെന്ന്. അല്ല, സർവകലാശാല അടിച്ചു പൊളിച്ച് ഭീകരാന്തരം സൃഷ്ടിച്ചത് എന്തെന്ന് വെച്ചാൽ ഇന്നലെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാർക്ക് അവരുടെ രജിസ്ട്രാറുടെ കേസുമായിട്ട് കോടതിയിൽ പോയപ്പോൾ സംഭവിച്ച ദുരന്തമാണ്. യൂണിവേഴ്സിറ്റിക്ക് യുക്തമായ തീരുമാനമെടുക്കാം, ചാൻസലർക്ക് യുക്തമായ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ CPM-ന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേസ് കൊണ്ടുവന്ന് ഗവർണറെ കോർട്ടിൽ ഇട്ടു കൊടുത്തു. ഇനി ഗവർണറെ യുക്തം പോലെ ചെയ്യാമോ തീരുമാനിച്ചപ്പോൾ ഗവർണർ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ള ഭയം കൊണ്ടാണ്
യൂണിവേഴ്സിറ്റികളെ മുഴുവനും അടിച്ച് തകർക്കുന്ന രീതിയിൽ ഗവർണർക്കെതിരെ ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ക്രിമിനലൈസേഷനാണ്, ഇത് ഗുണ്ടായുസമാണ്, ഇത് ഭീകര സംഘടന പ്രവർത്തനമാണ്. ഈ രീതിയിൽ വിദ്യാർത്ഥികൾ പ്രവർത്തിക്കരുത്. എന്നോട് റജീബ് പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതെന്ന്. ഗുണ്ടാ തല നടത്തുമ്പോൾ ചില കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ 10 ടീനേജ് കുട്ടികളാണ്, അവർക്ക് ഇതിൽ അട്രാക്ഷൻ വരും, അവരതിലേക്ക് വരും, കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും. അതുകൊണ്ടാണ് കുട്ടികൾ വന്ന് കൂടുന്നത്, അല്ല ഇവരുടെ പ്രസ്ഥാനത്തിനോടുള്ള അനുഭാവം കൊണ്ടല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ഇത് വലിയ അപകടകരമായ നിലയിലേക്ക് നമ്മുടെ CPM-ന്റെ നേതാക്കൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിന് ഭൂഷണമല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ഭൂഷണമല്ല. കുഞ്ഞുങ്ങളുടെ ഭാവിയെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് സർവകലാശാല കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത് നിർത്തിയിട്ടില്ല കേട്ടോ ശ്രീ ആർ എസ് ശശികുമാർ. അടുത്ത ദിവസം രാജ്ഭവനിലേക്ക് മാർച്ചുണ്ട്, അതുപോലെ തന്നെ കേരള സർവകലാശാലയിലേക്കും അടുത്ത ദിവസമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉള്ളത്. SFIയുടെ ചരിത്രവും അത് തന്നെയാണല്ലോ. അതുകൊണ്ട് SFIയെ ഇതിൽ നിന്ന് പിന്നോക്കം വലിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ സമരരംഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല പോലീസ് അവരെ ഒരു തരത്തിലും നേരിടുകയുമില്ല. സർക്കാരിന്റെ പിന്തുണയുണ്ടല്ലോ. അല്ല, അതിന്ന് കണ്ടതാണല്ലോ, പോലീസ് സ്പോൺസേഡ് സമരമാണ് ഇന്ന് നടന്നെന്നുള്ളതിനെ അവിടെ വ്യക്തമല്ലേ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ കഴിയുമോ? ഇന്ന് എന്നോട് സർവകലാശാല പരീക്ഷാ വിഭാഗത്തിൽ കുട്ടികൾ കയറി ചെന്നിരിക്കുക. അവർ ഭയന്നുപോയി, അവിടെ റെക്കോർഡുകൾ വരെ നശിപ്പിക്കുമെന്നുള്ള രീതിയിലായി. ആരും ചോദിക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇങ്ങനെ നാഥനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു സർവകലാശാല എത്തിക്കാന്ന് വെച്ചാൽ പുറത്താക്കിയ രജിസ്ട്രാർ വന്ന് അവിടെ സീറ്റിലിരിക്കുക. ഇത് ഇതെന്തോ വിളറിക്കപ്പെടണമാണോ? പുറത്താക്കിയ രജിസ്ട്രാറോട് വന്നിരിക്കുന്നു, അദ്ദേഹം ഫയൽ നോക്കുന്നു, ഒരു സിൻഡിക്കേറ്റ് കൂടി എന്ന് പറഞ്ഞു. കോടതി പോലും ആ കേസിനകത്ത് തീരുമാനമെടുത്തില്ല, പിരിഞ്ഞു, സസ്പെൻഷൻ നിലനിൽക്കുകയാണ്. അപ്പൊ ഈ രീതിയിലേക്ക് സർക്കാരിന്റെ ഭരണം മുഴുവനും തകർന്നിരിക്കുന്നു. ഇതാ ഇപ്പൊ സർവകലാശാലകളെ പൂർണ്ണമായിട്ടും തകർക്കാനുള്ള ശ്രമമാണ്. അതിന് പറയുന്ന പേരാണ് സംഘിവൽക്കരണം. അതിനെതിരെ വാസ്തവത്തിൽ ജനരോഷം ഉണ്ടായേ പറ്റുള്ളൂ. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ഈ ഗവർണറുടെ ഭാഗത്തുനിന്നാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഗവർണറുടെ ഭാഗത്തു നിന്ന് സംഘവൽക്കരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അതിനെയും നമ്മൾ ചേർത്ത് പരാജയപ്പെടുത്തണം. കാരണം ഇവിടെ സർവകലാശാലകൾ രാഷ്ട്രീയ മുക്തമാവണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. BJPയും പാടില്ല, ത്രിവർണവും പാടില്ല, കായ്വൽക്കരണവും പാടില്ല, ഈ ചുവപ്പുവൽക്കരണവും പാടില്ല. പക്ഷെ ഇവിടെ എന്താ, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവരുടെ ചുവപ്പുവൽക്കരണം കൊണ്ടാടുകയാണ്. ഇവിടെ അറിയാമല്ലോ, യൂണിവേഴ്സിറ്റികളെ മുഴുവനും ചുവപ്പുവൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് പിന്തോക്കം പോയപ്പോൾ ഒരു ദുഃഖം നമ്മുടെ മന്ത്രിക്കും സർക്കാരിനും SFIക്കും AKCT എന്ന് പറഞ്ഞ സംഘടനകൾക്കും ഉണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ ഗവർണർക്ക് ചില നിഷ്പക്ഷമതിയായിട്ടുള്ള അക്കാഡമിക് മിഷണർമാരെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ച കഴിഞ്ഞു. അനാവശ്യമായി സർക്കാർ ഇടപെടാതിരിക്കുക, സർവകലാശാലകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക. അക്കാര്യത്തിൽ ഗവർണറായാലും മുഖ്യമന്ത്രിയായാലും വിദ്യാഭ്യാസ മന്ത്രിയായാലും പ്രതിപക്ഷമായാലും ഒരേ മനസ്സോടുകൂടി നിന്നാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുമ്പുണ്ടായിരുന്ന രീതിയിലേക്ക് സർവകലാശാലകളെയും പക്ഷെ അത് സാധ്യമാണെന്ന് തോന്നുന്നില്ല. കാരണം രജിസ്ട്രാറെ എന്തായാലും ആ പദവിയിൽ നിന്ന് മാറ്റാൻ വിദ്യാർത്ഥി സംഘടനകൾ അനുവദിക്കില്ല, സർക്കാർ അനുവദിക്കില്ല, CPM അനുവദിക്കില്ല. പക്ഷേ രജിസ്ട്രാറെ മാറ്റിയേ തീരൂ എന്നുള്ള നിലപാടിലാണ് വൈസ് ചാൻസലർ. അത് 2 വൈസ് ചാൻസലർമാരാണെങ്കിലും, ഇനി മോഹനൻ കുന്നുമ്മേലാണെങ്കിലും ഡോക്ടർ സിസ തോമസ് ആണെങ്കിലും. അടുത്ത ദിവസം മോഹനൻ കുന്നുമ്മേൽ വീണ്ടും വന്ന് ചാർജ് എടുക്കാൻ പോവുകയാണല്ലോ. അദ്ദേഹവും രജിസ്ട്രാർ KS അനിൽകുമാറിനെ ആ പദവിയിൽ ഇരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഗവർണറുടെ ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതും രജിസ്ട്രാർക്കെതിരെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥി സമരങ്ങളുടെ ശക്തി കൂടുക തന്നെ ചെയ്യുമല്ലോ. അല്ല, കോടതിയുടെ തീരുമാനം അപ്രോപ്രിയേറ്റ് സമിതി തീരുമാനം എടുക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അപ്രോപ്രിയേറ്റ് സമിതി എന്ന് പറയുന്നത് വൈസ് ചാൻസലർ തന്നെയാണ്. ഇവിടെ അനൗദ്യോഗികമായി ഒരു സിൻഡിക്കേറ്റ് നടന്നു. ആ തീരുമാനം അദ്ദേഹം റദ്ദ് ചെയ്യുന്നു. ആ റദ്ദ് ചെയ്തതിനു ശേഷം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന രജിസ്ട്രാറെ തീർച്ചയായിട്ടും വൈസ് ചാൻസലർ പുറത്താക്കാൻ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഇത് തന്നെയാണ് സാങ്കേതിക സർവകലാശാലയിൽ നടന്നത്. സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറെ മാറ്റി നിർത്തിയിട്ട് ഏകപക്ഷീയമായി കുറെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്നു. വൈസ് ചാൻസലർ അത് മുഴുവൻ റദ്ദാക്കി. അതുവഴി നിയമനങ്ങളെല്ലാം റദ്ദാക്കി. അവർ കോടതിയിൽ പോയിട്ട് ഒരു തീരുമാനം ഇവർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ നാളെ വൈസ് ചാൻസലർ ചിലപ്പോൾ ഇന്ന് സിസ തോമസ് ഇന്ന് ഒരു കാലാവധി ഉള്ളൂ. നാളെ മോഹൻ കുന്നുമേൽ എത്തിക്കഴിയുമ്പോൾ മോഹൻ കുന്നുമേല് രജിസ്ട്രാറെ നിർബന്ധമായും പുറത്താക്കും. അദ്ദേഹം സീറ്റ് ഇരിക്കുകയാണെങ്കിൽ പോലീസിനെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തെ നിർബന്ധമായിട്ടും പുറത്താക്കാനുള്ള നടപടികൾ എടുക്കണം. കാരണം ഈ രാജ്യത്ത് നീതിയും ന്യായവും നടപ്പിലാവണം. അല്ല കൂടെ SFI ഗുണ്ടകളെ വിരിച്ച് സർവകലാശാല കൂടെ അടിച്ച് തകർക്കാൻ പറഞ്ഞാൽ ഇത് തിരിച്ചു ചോദിക്കാനും ഈ രാജ്യത്ത് പൊതുസമൂഹം ഉണ്ടെന്നുള്ള കാര്യം സർക്കാരും പോലീസും അതേപോലെ SFIയും SFIയെ വളർത്തി ഇവിടെ വിടുന്ന ഗവർണർ ഉൾപ്പെടെയുള്ള CPM നേതാക്കളും ബോധ്യപ്പെടണം.
ശരി, ശ്രീത് പണിക്കർ, ഇന്ന് എം വി ഗോവിന്ദൻ വന്നാണ് സമരക്കാരെ പിരിച്ചുവിട്ടത്. അദ്ദേഹം വന്നാണ് സമരം അവസാനിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എം വി ഗോവിന്ദൻ ഇന്ന് അവസാനം അവിടെ എത്തി സമരക്കാരോ പിരിച്ചുവിട്ടിരുന്നു. പക്ഷേ സമരം തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർട്ടിയുടെ നിലപാട് അതാണ്. എം വി ഗോവിന്ദന്റെ വാക്കുകളിലേക്ക്. പോലെ എന്ത് വിന്യാസം കളിച്ചാൽ അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകാൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും അതിലേക്ക് മടങ്ങി വരുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമാണ്. RSSന്റെ തിട്ടൂരം അനുവദിക്കില്ല എന്നാണ് CPMന്റെ നിലപാട്. അത് എം വി ഗോവിന്ദൻ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ശ്രീത് പണിക്കർ, വരും ദിവസങ്ങളിലും ഈ സമരം തുടരേണ്ടി വരും, കാണേണ്ടി വരും ഇത്തരത്തിലുള്ള SFIയുടെ സമര രീതികളെ. തീർച്ചയായിട്ടും അത് തുടരുക തന്നെ ചെയ്യും. കാരണം അതിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് മുമ്പ് അറിയാമല്ലോ, ഈ മുഖ്യമന്ത്രിയുടെ ഒരു പര്യടനമൊക്കെ നടക്കുന്ന സമയത്താണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് അയാളെ പൂച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ വെച്ചുകൊണ്ട് കുറച്ച് DYFIക്കാർ മർദ്ദിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഇനിയും അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം തുടരും എന്ന രീതിയിൽ, അല്ലെങ്കിൽ തുടരണം എന്നൊരു ആഹ്വാനമൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് എത്രത്തോളം വീര്യമാണ് ഈ സഖാക്കൾക്ക് നൽകിയത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അതേപോലെ തന്നെ ഇത് RSSന്റെ തീട്ടൂരം അനുവദിക്കാതിരിക്കാനുള്ള സമരമാണ് എന്നും ജനാധിപത്യപരമാണ് എന്നുമൊക്കെ ശ്രീ എം വി ഗോവിന്ദനെ പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ്, ഒരു ഡയറക്ഷനാണ് ഈ സമരത്തിന് നൽകുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത്, ഇതിനെ സമരമെന്ന് ഇനി വിളിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ നടന്നിരിക്കുന്നത് തികഞ്ഞ സമര ആഭാസമാണ്, ഗുണ്ടായിസമാണ്, ശുദ്ധ തെമ്മാടിത്തവുമാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ആലോചിച്ച് നോക്കുക. VCയെ ഈ സർവകലാശാലയുടെ പടി കടക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. VCയുടെ ഉത്തരവാദിത്തം എന്താണ് എന്നോ VC എങ്ങനെയാണ് നിയമിതനായത് എന്നതോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അദ്ദേഹം അവിടെ പ്രവേശിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാതെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം നിർവഹിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ തടയും എന്ന് ഏതെങ്കിലും ഒരു സംഘടന മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യപരമല്ല, അത് സമരമല്ല, മറിച്ചത് തെമ്മാടിത്തമാണ്. അങ്ങനെയുള്ള തെമ്മാടിത്തത്തിന് നമ്മൾ പറയുന്നത് ചുവപ്പുവൽക്കരണം എന്നാണ്, അത് കാവ്യവൽക്കരണമല്ല. അപ്പോൾ ഇത് കാവ്യവൽക്കരണം എന്ന് ആരോപിക്കുന്നതിന്റെ കാരണം എന്താ? അവിടെ സെനറ്റ് ഹാള് കൊടുക്കുന്നു, ഒരു പരിപാടിക്ക് കൊടുക്കുന്നു. ആ പരിപാടിക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ അനുമതി കൊടുത്തതിന് ശേഷം അവസാനം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നൊരു എതിർപ്പുണ്ടാവുകയാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നത് എന്താണ്? ഒരേ ഒരു കാരണത്തിന് മാത്രമേ ഈ സെനറ്റ് ഹാള് കൊടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ളൂ, അത് മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കാണ്. അവിടെ നടന്നിരുന്ന ചടങ്ങ് എന്താണെന്ന് നമുക്കറിയാം. അത് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതിൻ്റെ 50ാമത് വാർഷികത്തിന്റെ അനുസ്മരണമാണ്. അപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ പരിപാടി എന്നതിനപ്പുറത്തേക്ക് മതപരമായിട്ടുള്ള ഒരു പരിപാടിയെന്നും മതപരമായിട്ടുള്ള ഒരു ചിഹ്നമെന്നുമാണ് ഇവിടെ പറഞ്ഞത്. കോടതി പോലും ആദ്യം തന്നെ ഈ രജിസ്ട്രാറോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് ചോദിക്കുന്നത് എന്ത് മതചിഹ്നം അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഭാരതാംബ എന്നുള്ളത് ഒരു മതചിഹ്നമാണ് എന്ന രീതിയിലത്തേക്കൊന്നും തന്നെ ഒരു വിവക്ഷയും ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന CPMകാർ പോലും നമ്മളോട് പറയാറുള്ളത് എന്താണ്? അത് RSSന്റെ പ്രതീകമാണ്, RSSന്റെ പതാകയാണ് എന്നാണ്. RSS എന്ന് പറയുന്ന ഒരു മതമല്ല, RSS എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പമല്ല എന്നതൊക്കെ അറിയാം. അപ്പോൾ തരാതരം ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ സമരാഭാസം നടക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ട്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പോലീസ് കേവലം നോക്കുകുത്തിയായി എന്നുള്ളത് മാത്രമല്ല, അവരുടെ ലാത്തി പിടിച്ചു മേടിച്ചിട്ട് പോലീസിനെ അടിച്ചു എന്നുള്ളത് തന്നെ മനോരമ ഉൾപ്പെടെയുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു, ദൃശ്യങ്ങൾ അത് വ്യക്തമായിരുന്നു. ലാത്തി വാങ്ങി അടിക്കുകയായിരുന്നു. മുമ്പും സമരം നടക്കുമ്പോൾ ലാത്തി വാങ്ങി അടിക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ SFIക്കാർക്ക് വളരെ ആത്മവിശ്വാസമാണ് ഇക്കാര്യത്തിലുള്ളത്. കാരണം തിരിച്ച് ഒന്നും ചെയ്യുകയില്ല പോലീസ് എന്ന് തുടക്കം മുതൽ അങ്ങനെയായിരുന്നു പോലീസിന്റെ സമീപനം. അല്ല, അതങ്ങനെയാണല്ലോ, അത് ഇപ്പം തുടങ്ങിയിരിക്കുന്നതല്ലല്ലോ. നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, ഗവർണർക്കെതിരെ അല്ലെങ്കിൽ ചാൻസലർക്കെതിരെ ഇതേപോലെ തന്നെ SFI മുമ്പത്തെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് സമരം ചെയ്തിരുന്ന സമയത്ത് ആർഷോ എന്ന് പറയുന്ന സംസ്ഥാന നേതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർഷോയോട് അദ്ദേഹം അവിടെ ഓരോ കസർത്ത് കാണിക്കുകയാണ്. അദ്ദേഹം അവിടെ ഗവർണറുടെ അങ്ങോട്ട് വരുന്നതിനെ തടയുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആൾക്കാരോടൊപ്പം നിൽക്കുന്ന സമയത്ത് പോലീസ് ഏമാന്മാരൊക്കെ വന്നിട്ട് മോനെ നീ ഹോർലിക്സ് കുടിച്ചോ, പാല് കുടിച്ചോ, ബിസ്ക്കറ്റ് തിന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ സൗഹൃദമായിട്ടുള്ള ഒരു കുഞ്ഞുവാവയെ കരുതുന്നത് പോലെയുള്ള സമീപനമാണ് നമ്മൾ കണ്ടതാണല്ലോ അത്. അപ്പോൾ അതിൽ വലിയ അതിശയമൊന്നുമില്ല. അവിടെ നേതൃത്വം മാറുന്നുണ്ട്, പക്ഷേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്കറിയാം. അപ്പോൾ വീണ ജോർജിനെതിരെ പ്രതിഷേധം നടക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള ഒരു സമീപനമാണോ ഉണ്ടാകുന്നത്? നമ്മൾ കണ്ടതാണല്ലോ. ബലം പ്രയോഗിക്കേണ്ട സ്ഥലത്ത് ബലം പ്രയോഗിക്കുന്നുണ്ട്, ജലപീരങ്കി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ജലപീരങ്കി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പോലീസുകാർ എങ്ങനെയാണ് നിൽക്കുന്നത്? കയ്യിൽ ഷീൽഡ് ഉണ്ട്, കയ്യിൽ ലാത്തിയുണ്ട്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഉണ്ട്, ആവശ്യത്തിൽ പോലീസുകാർ അവിടെ ഉണ്ട്, എല്ലാവരെയും അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ ഇവർക്ക് അഴിഞ്ഞാടുന്നതിനുള്ള എല്ലാവിധ അവസരവും അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, ഇവിടെ ആരാണ് പോലീസ് ചീഫായിട്ടിരിക്കുന്നത്? കൂത്തുപറമ്പ് കേസിലെ ആരോപണം നേരിട്ട CPMന്റെ അടുത്ത് നിന്ന് ആരോപണം നേരിട്ടിരിക്കുന്ന റവാഡ ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് കീഴെയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്.
അപ്പോൾ പോലീസിനെ അടിച്ചു എന്നുള്ളത് മാത്രമല്ല, അനുമതിയില്ലാതെ അവിടെ കടന്നു കയറി VC-യുടെ മുറിയിൽ കയറി ഒരുപക്ഷെ വാൻഡലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. VC-യെ അവിടെ പ്രവേശിപ്പിക്കില്ല, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ അദ്ദേഹത്തിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമരം ആഭാസവും ഗുണ്ടായുസവും തെമ്മാടിത്തവുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ അല്പം മുമ്പ് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞു, നോക്കൂ, ഇതിൽ ആൾക്കാർ കടന്നു കയറുന്നത് ഇപ്പോൾ പരീക്ഷാ സെക്ഷനിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അനുമതിയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കടന്നു കയറുമ്പോൾ പഴയ ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണം പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലൊക്കെ കടന്നു കയറിയിരിക്കുന്നത് ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരാളാണ് എന്ന കാര്യത്തിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളിന്റെ കേസിൽ ഇടനിലക്കാരി എന്ന ആരോപണമുള്ള ഒരു സ്ത്രീ ലോക കേരള സഭ നടക്കുന്ന സമയത്ത് നമ്മുടെ നിയമസഭാ കോംപ്ലക്സിൽ വന്നു, സഭാ ടിവിയുടെ ഓഫീസിൽ കയറിയിരുന്നു. അതെങ്ങനെയാ വന്നേ? എങ്ങനെയാ ഡെലിഗേറ്റ് ആയത്? ആരാ അവിടെ കൊണ്ടുവന്നത്? ഈ കാര്യമെല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരിക്കും, പോലീസുകാരുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്, ഇവർ ഞങ്ങളോട് കൂടുതൽ ലീനിയൻ്റ് ആണ്, ഞങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതിനെ പറ്റി നന്നായിട്ട് അറിയാം. അപ്പം ആനയും പേടിക്കണം, ആനപ്പിണ്ടത്തിനെയും പേടിക്കണം എന്നുള്ള അവസ്ഥയാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം. CPM-ന്റെ ആൾക്കാരെ മാത്രം പേടിച്ചാൽ പോരല്ലോ, ഈ പറയുന്ന കുട്ടി സഖാക്കളായിട്ടുള്ള ആൾക്കാരെ പോലും പേടിക്കണം. അവർ ലാത്തി ചോദിക്കുകയാണെങ്കിൽ കൊടുക്കണം, അവർ രണ്ട് തന്നു കഴിഞ്ഞാൽ അത് മേടിക്കണം. എന്തൊരു ദുരവസ്ഥയാണെന്നാലും. ശരി, അതാണല്ലോ ശ്രീ റെജി ലൂക്കോസ് ഇന്ന് കണ്ടത്. ലാത്തി വാങ്ങി തിരിച്ചടിക്കുന്നതും ഒക്കെ കണ്ടു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഇന്നുണ്ടായത്. പക്ഷേ താങ്കൾ സമ്മതിക്കുകയില്ല, SFIയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരം എന്ന രീതിയിലാണല്ലോ അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അവിടെ പരീക്ഷാ ഭവന്റെ അടുത്ത് പോലും എത്തി എന്നാണ്. അല്ല, നിങ്ങള് കുറെ നാളുകളുടെ ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട് ഈ SFIയെ തകർക്കാനും SFIയെ ഗുണ്ടകളും ക്രിമിനലുമായിട്ട് മാറ്റാനും. പക്ഷെ എന്തിനെന്താ അത് നടക്കാത്തത്? എന്തിനാണ് ആ കുട്ടികളോട് സമരം ചെയ്തത്? നിങ്ങൾ ആ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. ഇവിടെ താൽക്കാലിക VC ആയിട്ട് ചുമതലെടുത്ത സിസ തോമസ് അവര് രജിസ്ട്രാർ അനിൽകുമാറിനെ അവരുടെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഷൻ എന്തിനാണ് ആ സസ്പെൻഷൻ നടത്തിയത് എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ആ സസ്പെൻഷനെ സാധൂകരിക്കാനായിട്ട് കേരളത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറായില്ല. അപ്പൊ അതായത് അതിന്റെ സ്റ്റാറ്റസ് തുടരാന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെന്റ് കേരളത്തിന് ബഹുമാനം ഹൈക്കോടതിയെ പോലെ ലംഘിച്ചുകൊണ്ട് അവരൊരു താൽക്കാലിക രജിസ്ട്രാറെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നിയമവിരുദ്ധമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനെ പുരോഗമന വിദ്യാർത്ഥി സംഘടനകൾ തടയും. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും ബ്രിട്ടീഷുകാരെതിരെ പുരോഗമനത്തിലുള്ള സമരം നടന്നിട്ടില്ലേ? അത് സ്വാഭാവികമല്ല. അതിലേക്ക് പിന്നെ കേരളം എന്ന് പറയുന്ന ഈ ബഹുശ്രുത സമൂഹത്തിന് എന്ത് ഐഡന്റിറ്റി ഉള്ളത്? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചു. ഇവിടെ ശ്രീ പണിക്കര് ഇവിടെ ഇറ്റലി എന്നുള്ളൊരു സ്ത്രീ വന്ന് ലോക കേരള സഭയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞു. ഒരു കാര്യം ഒറ്റ ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. എന്താ അറിയോ? മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒരു പാകിസ്ഥാൻ ചാരനായിട്ട് ഒരു ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി. ഇന്നിപ്പോ വിഷ്വൽസ് അത് പുറത്തു വന്നിരിക്കുന്നു. ഇതേ ചാരവനിത ജ്യോതി മൽഹോത്ര ഇപ്പൊ നിങ്ങൾ വിശേഷിപ്പിക്കുന്നു അവർ ചാരവനിതയാണെന്ന് എനിക്കറിയത്തില്ല. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിൽ കാസർഗോഡ് നിന്ന് സാക്ഷാൽ കേന്ദ്രമന്ത്രിയായ മുരളീധരനൊപ്പം പങ്കെടുക്കുകയും അതീവ സുരക്ഷയുള്ള അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷനെ ഫോഴ്സിനെ പോലും എങ്ങനെയാണ് കബളിപ്പിച്ചുകൊണ്ട് അയാളോട് അടുത്തുപോയി തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് അവർ ആ ബ്ലോഗിലൂടെ അദ്ദേഹത്തിന്റെ അഭിമുഖം പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങളെന്താ അത് പറയാത്തത്? നിങ്ങൾ മുഹമ്മദ് റിയാസിനെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയില്ലേ? ഇല്ലേ? അപ്പൊ അതിനെന്താ ഈ ഉദാഹരണം അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇതൊന്നും ഞങ്ങളാരും ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നാം എടുത്ത കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ആരാണ് ഈ VC-യെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവർണറെ അനുവദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്? ഇവിടെ ശശികുമാർ സാറ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ പ്രവർത്തനമല്ലേ? സാറിനോട് പറഞ്ഞൊരു വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. കാരണം ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല. സാറിനെ പോലുള്ള ഒരാൾ അരാഷ്ട്രീയവാദത്തിലൂടെയും അരാജകത്വത്തിലേക്ക് തള്ളിവിടാനായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളെ ആ രീതിയിൽ മാറ്റിയെടുക്കുന്നത് പറയാനൊക്കെ വളരെ നിർഭാഗ്യകരമാണ്, വളരെ നിർഭാഗ്യകരം. ഇതാണ് സാറിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ സാറിന് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തതാണ് സാറ്. സാർ ഒന്നുകൂടെ ഇതുപോലെയുള്ള വർഗീയവാദികൾക്കും ജാതിമത കോമരങ്ങൾക്കും എതിരെ പണപൊരുതി നേടിയെടുത്തൊരു മതേതരമാണ് കേരളത്തിലുള്ളത്. അതിനെ കടക്കൽ കത്തിവെക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര അർലേക്കറല്ല ആരും വന്നാൽ സമ്മതിക്കുന്നില്ല. ഈ ഒരു കാര്യം പറയാം. ബഹുമാനപ്പെട്ട മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യയുടെ എന്താ പറയുക ഭരിക്കുന്ന BJP സർക്കാരിനെ ഇത്രയ്ക്കും കാലു പിടിച്ച് പൂഴ്ത്തിയ ഒരു ഗവർണർ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം 9 VC-മാരെ സസ്പെൻഡ് ചെയ്തില്ല ഒറ്റയടിക്കും. സ്റ്റേ ചെയ്തില്ലേ? ആ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അന്തിമവിധി തിങ്കളാഴ്ച വരാനിരിക്കുക. എന്തുകൊണ്ടാണ് നിയമപരമായ രീതിയിൽ നിങ്ങൾക്ക് നേരിടാൻ പോലും സാധിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഈ ഒറ്റക്കാരനാ. അവിടെ കുട്ടികൾ പോയി ആരെയും അതിക്രമിച്ചിട്ടില്ല.
ഒരാളെ പോലും അതിക്രമിച്ചില്ല. KSUക്കാരെ പോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ചെന്ന് SFIക്കാരന്റെ റൂമിൽ കയറി ഉപദ്രവിച്ച പോലെയുള്ള ഉപദ്രവങ്ങളൊന്നും അവിടെ ആരും ചെയ്തിട്ടില്ല. പിന്നെ ഗോവിന്ദ മാഷ് ചെല്ലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, ഗോവിന്ദ മാഷ് ചെന്ന് കാര്യങ്ങൾ പറയും. ഈ സമരം തുടരുന്നു. ഈ സമരത്തിന് കേരളത്തിലെ പൊതുസമൂഹം രംഗത്തിറങ്ങും. നിങ്ങളത് സംശയിക്കാറിങ്ങനെ കേരളത്തിനെ ഹൈന്ദവൽക്കരിക്കാനോ കാവിപ്പുഴയുടെ മുമ്പിൽ എന്താ പറയാ കൊണ്ട അടിയുറ പറയാനായിട്ട് കേരളത്തിലെ പൊതുജനം സംഭവിക്കത്തില്ല. പക്ഷേ SFIയുടെ ഈ സമരത്തിൽ പിന്തുണ നൽകിക്കൊണ്ട് പൊതുജനം സമരത്തിൽ ഇറങ്ങുമെന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈ കുട്ടികളെ ഇളക്കി വിട്ട് ഗവർണർക്ക് മറുപടി കൊടുക്കുന്നത് അതൊരു നല്ല രീതിയുമല്ല. മഞ്ജുഷേ, ഒരു കാര്യം പറയാം, അവരെ ഒന്നും ഇടയ്ക്ക് വിടേണ്ട കാര്യമില്ല. അവരെല്ലാം നമ്മളെക്കാളും വിവരമുള്ളവരാണ് നമ്മുടെ കുട്ടികള്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ ഇവര് കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികള്. നിങ്ങളൊരു LKG കുട്ടികളോട് പോലും തർക്കിച്ചാൽ നേരിടാത്ത രീതിയിൽ കേരളത്തിന്റെ ബുദ്ധിവൈഭവം നമ്മുടെ കുട്ടികൾക്ക് വളർന്നു. അതുകൊണ്ട് ആ രീതിയിലൊക്കെ നമ്മുടെ യുവതലമുറ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഇളക്കി വിടുന്നൊക്കെ അങ്ങനെ ഇളക്കി വിടാനായിട്ട് കടന്നൽ കൂട്ടൊന്നും അല്ല അവർ. നിങ്ങൾ ആക്ഷേപിക്കുന്ന വാക്കുണ്ടല്ലോ, അവർക്ക് വിവരവും വിദ്യാഭ്യാസവും നിങ്ങളിപ്പോ അവരോടാണ് സംവാദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഓവർ ടൈം ജോലിയും ഈ കേരളത്തിൽ നടക്കാത്തതിന് കാരണം അതുകൊണ്ടാണ്. മറ്റെന്തെങ്കിലും ഇതുണ്ടോ? കേരള ഗവർണർ ബഹുമാനപ്പെട്ട അജുരേക്കർ ആദ്യം വന്ന ഒരു 6 മാസത്തേക്ക് എത്ര മാന്യമായിട്ടാണ് ഇടപെട്ടത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പൊടുന്നതിനെ ഇങ്ങനെ മാറ്റം വന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ? ബീഹാറിൽ താൻ കാഴ്ചവെച്ച, ബീഹാറിലെ സർക്കാരിന്റെ പിന്തുണയോട് കാഴ്ചവെച്ചത് കേരളം പോലെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ വന്ന് നടപ്പിലാക്കാന്ന് പറയുന്നത് നടക്കുകയല്ല. അതിനു വേണ്ടിയിട്ടൊരു എന്താ പറയാ സ്വതന്ത്രമായ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം പോലും രംഗത്തിറക്കാൻ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന SFI. ഞാനെന്നല്ല ചോദ്യം ചോദിക്കുന്നത്, കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ പോലും നിങ്ങൾക്കുണ്ടോ? പറയൂ. ബഹുമാനപ്പെട്ട VD സദസ്സിനെ കൊണ്ട് പിന്തുണ നൽകാൻ പറ്റൂ. കാവ്യവൽക്കരണത്തിന് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പിന്നെ ആ പാർട്ടിയുടെ നിലനിൽപ്പ് എന്താണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും കേരളത്തിൽ ഇത് നടപ്പാകത്തില്ല. കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും ഇന്ന് സമരങ്ങൾ ഇറങ്ങി ഉശിരുള്ള SFIക്കാരന്റെ ചങ്കൂറ്റം എന്താന്ന് കാണിച്ചു കൊടുത്തു. ആ കുട്ടികൾ വന്നത് കേരളത്തിന്റെ മതേതര ഭാവം, നമ്മൾ പുലർത്തുന്ന ബഹുസ്വരത, അത് സംരക്ഷിക്കാനാണ് അവരിറങ്ങും. അത് ആ തലമുറയ്ക്ക് ഞങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം. അത് അവർ ഏറ്റുപിടിച്ചു. നിങ്ങളെപ്പോലെ ഈ അരാജകത്വവാദവും ഈ അരാഷ്ട്രീയതയും പറഞ്ഞു, ഗുണ്ടകളും ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞു, തെമ്മാടത്തും കാട്ടിന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പിന്നെ ഉള്ളവർ പോലെ അകലത്തേ ഉള്ളൂ. ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ചത്. ഇല്ലാത്ത കഥകൾ ശമിച്ചുകൊണ്ട് ഒരു മന്ത്രിയെ ചാരനായിട്ട് ചിത്രീകരിക്കാൻ ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രഭാരി വരെ തയ്യാറായില്ലേ? ഇപ്പൊ എവിടെ നിൽക്കുന്നു മറുപടി പറയാതുകൊണ്ട്? കേന്ദ്രത്തിലെ ഒരു വ്യക്താവ് പറഞ്ഞില്ലേ, PA മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് പറഞ്ഞു. ഇപ്പൊ മറുപടി കൊണ്ട് ആരാ മറുപടി പറയേണ്ടത്? മറുപടി പറയേണ്ടത് P. മുരളീധരൻ എന്ന് പറഞ്ഞ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം കേന്ദ്രത്തെ BJP അതിന്റെ നേതൃത്വവും. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇവിടെ രാജേന്ദ്ര ആർലേക്കറുടെ ശ്രമങ്ങൾ നടപ്പിലാവുകയില്ല, അതിനെ ഏത് രീതിയിലും എതിർക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ CPMന്റെ പ്രഖ്യാപിത നിലപാട്. അതിന് SFIയുടെ സമര പരമ്പരകൾ തുടരുകയും ചെയ്യും. അത് കേരള സർവകലാശാലയിൽ മാത്രമല്ല മറ്റ് സർവകലാശാലകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. നോക്കൂ, കഴിഞ്ഞ കുറെ കാലമായിട്ട് പലതരത്തിലുള്ള ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് 2 പൊസിഷനുകളെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഗവർണറും രണ്ടാമത്തേത് ചാൻസലറുമാണ്. രണ്ടിനും കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ഗവർണർ എന്നുള്ള ഒരു പദവി ഒരുപക്ഷെ ഇനി ഭാവിയിലെ ചരിത്രത്തിൽ CPMന് ഒരിക്കലും നിർണ്ണയിക്കാൻ കഴിയാത്ത, ഒരു CPMകാരനും ഒരുപക്ഷെ ഗവർണറാകാൻ സാധ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ ഭാവിയാണ് രാജ്യത്തിനുള്ളത് എന്നതിനെ പറ്റി നമുക്കറിയാം. അതുകൊണ്ട് ആ പൊസിഷൻ അബോളിഷ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവിടെ പോലീസ് ഒരു തരത്തിലുള്ള ശ്രമവും നടത്തുന്നില്ല വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി. അവിടെ ജലപീരങ്കിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും വിദ്യാർത്ഥികൾ സർവകലാശാല കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ പോലീസ് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. ഒരു വിദ്യാർത്ഥി സമരങ്ങളിലും ഇങ്ങനെ കാണാറില്ല. അവരെ പിന്തിരിപ്പിക്കുകയാണ് പോലീസ് ചെയ്യാറുള്ളത്. ഇവിടെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന ആയതുകൊണ്ട് തന്നെ പോലീസ് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. സർവകലാശാല കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുകയും വൈസ് ചാൻസലറുടെ ഓഫീസിന് തൊട്ടടുത്ത് വരെ അവർക്ക് എത്താൻ കഴിയുകയും ചെയ്തു. ഇത് 1ാമത്തെ നിലയിലേക്ക് വിദ്യാർത്ഥികൾ കയറുന്ന ദൃശ്യങ്ങളാണ്. അവിടെയും പോലീസ് അവരെ തടയുവാൻ ശ്രമിച്ചില്ല. താഴെയും പോലീസുകാർ ഉണ്ടായിരുന്നു, അവരും ശ്രമിച്ചില്ല. ഇവിടെ നിന്ന് നേരെ പടിക്കെട്ടുകൾ കയറി 2ാം നിലയിലേക്ക് എത്തുവാനും വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിഞ്ഞു. സെനറ്റ് ഹാളിലും വിദ്യാർത്ഥി പ്രവർത്തകർ കയറുകയുണ്ടായി. അവരെയും തടയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2.5 മണിക്കൂറോളം സമയമാണ് ഈ സമര പരമ്പര അവിടെ അരങ്ങേറിയത്. വിദ്യാർത്ഥികൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് തടയാനുള്ള ശ്രമം നടന്നില്ല. അതുമാത്രമല്ല, പടിക്കെട്ട് കയറി വിദ്യാർത്ഥികൾ പോകുമ്പോൾ അകമ്പടി എന്ന രീതിയിലാണ് പോലീസ് ഉണ്ടായിരുന്നത്. പോലീസ് കൂടെ തന്നെ പോവുകയായിരുന്നു. വിദ്യാർത്ഥികൾ പടിക്കെട്ട് കയറി മുകളിലേക്ക് VCയുടെ ഓഫീസ് ലക്ഷ്യമിട്ടാണ് പോയത്. പക്ഷെ അവിടെ ഗ്രില്ലുണ്ടായിരുന്നു. അതടച്ചിരിക്കുന്നതിന് കൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥി പ്രവർത്തകർക്ക് VCയുടെ ഓഫീസിന്റെ തൊട്ടരികിലേക്ക് എത്താൻ കഴിയാതിരുന്നത്. ഒരു വളരെയധികം സുരക്ഷ വേണ്ട ഒരു സ്ഥലമാണ് സർവകലാശാല
ഓഫീസ് എന്ന് പറയുന്നത് പരീക്ഷാ ഭവൻ പോലും പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് SFIക്കാർ ഇരച്ചു കയറിയതും പോലീസ് അവിടെ നോക്കി നിന്നതും. ശ്രീ പണിക്കർ തുടരാം. രണ്ടാമത് ഞാൻ പറഞ്ഞ പദവി എന്ന് പറയുന്നത് ചാൻസലറാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് CPM-ൻ്റേതായിട്ടുള്ള ഒരു ഇടത് അജണ്ട നടപ്പാക്കുന്നതിന്, യഥേഷ്ടം അവർക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന്, രാഷ്ട്രീയ താല്പര്യത്തിന് മുൻഗണന നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ചാൻസലർ എന്നുള്ള ഒരു പദവിയോ നിലവിലുള്ള സെലക്ഷൻ കമ്മിറ്റി, സെർച്ച് കമ്മിറ്റിയുടെയൊക്കെ ഫോർമേഷനോ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായ രീതിയിലത്തേക്കുള്ള സിലബസ് പരിഷ്കരണത്തിലെയോ കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും തന്നെ നൽകാത്ത ശ്രദ്ധ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറൽ റിഫോമിന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഇവർ നടത്തുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പദവിയും ഒരു വ്യക്തിയാണ്. പദവി രണ്ടാണെങ്കിലും ആളൊന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആകും, അല്ലെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്യുന്ന ആളായിരിക്കും എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് പൊസിഷനുകളെയും അബോളിഷ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ആദ്യത്തെ കുറച്ചു കാലം രാജേന്ദ്ര ആർലേക്കർ വളരെ നല്ല രീതിയിലത്തേക്ക് പ്രവർത്തിച്ചുവെന്ന്. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഐ വിൽ നോട്ട് കോൺഫ്രണ്ട് ബട്ട് ഐ വിൽ നോട്ട് കോംപ്രമൈസ് ഈദർ എന്നാണ്. ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ അനാവശ്യമായിട്ട് ഒരു കാരണത്തിലും കോൺഫ്രണ്ട് ചെയ്യാനായിട്ട് വരില്ല, പക്ഷെ ഒരു തരത്തിലും ഞാൻ എൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വിവാദം ആരുണ്ടാക്കിയിരിക്കുന്നതാണ്? ഈ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന ഇടതുപക്ഷമാണ്. ഇപ്പോൾ നമ്മളവിടെ മതേതരമെന്നും വർഗീയമെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കാമായിരുന്ന കാര്യം എന്താണ്? നമ്മൾ ഈ വർഗീയം എന്നൊക്കെ പറയുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം അതാണ്. അതായത് അവിടെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 50ാമത് വാർഷികത്തിൻ്റെ ഒരു അനുസ്മരണം എത്രത്തോളം, അതായത് ഭരണഘടന നമ്മളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന, ആൾക്കാരുടെ മൗലികാവകാശങ്ങളെ ഇല്ലാതെയാക്കിയിരിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ചോദ്യത്തിലായിരുന്ന ഒരു സമയം, ആ സമയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അവിടെ നടക്കുകയാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ സംഘടന, അങ്ങനെയുള്ള ഒരു ഇൻഡിപെൻഡന്റ് സംഘടന, അവർ പണം കൊടുത്തിട്ട് ഏതാണ്ട് 65,000 രൂപയോ മറ്റോ വാടക കൊടുത്തിട്ട് സെനറ്റ് ഹാൾ എടുക്കുകയാണ്. ആദ്യമായിട്ടാണോ വാടകയ്ക്ക് കൊടുക്കുന്നത്? മതപരമായിട്ടുള്ള ചടങ്ങല്ല. മതപരമായിട്ടുള്ള ചടങ്ങാണോ ഈ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങ്? നമ്മുടെ അടിയന്തരാവസ്ഥ കാലവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് മതപരമാണോ? ഏതെങ്കിലും ഒരു ദൈവത്തിനെ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അവിടെ പൂജ നടത്തിയോ? അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ അനാവശ്യമായിട്ടൊരു വിഷയമുണ്ടാക്കുകയും അത് ഗവർണർ തന്നെ അഥവാ ചാൻസലർ തന്നെ നടക്കുന്ന പരിപാടിയാണ് എന്നറിഞ്ഞ് അനുമതി കൊടുത്തിരിക്കുന്ന പരിപാടിക്ക് BC-യോട് അന്വേഷിക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് രജിസ്ട്രാറാണ്. അപ്പോൾ അതെന്താണ്? ചുവപ്പുവൽക്കരണമല്ലേ? അത് മറ്റേത് കാവ്യവൽക്കരണമാണെങ്കിൽ ഇതെന്തുകൊണ്ട് ചുവപ്പുവൽക്കരണമാകുന്നില്ല? അതിനൊരു മാർഗമുണ്ടല്ലോ. ഒരു പരിപാടിക്ക് അനുമതി നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ അത് ഗവർണറുടെ ഓഫീസിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് അയക്കണം, ഒരു ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റയ്ക്ക് രജിസ്ട്രാർ അങ്ങ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ മറുചോദ്യമില്ലേ? എന്തിനാണ് പിന്നീട് ഈ പരിപാടിക്ക് നിങ്ങൾ അനുവദിച്ചത്? എങ്ങനെയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അഡ്വർടൈസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്? അപ്പോൾ നിങ്ങളെ കൊണ്ട് ആ പരിപാടിക്ക്, ആ പണിയിലിരിക്കുന്ന ആളിനെ കൊള്ളത്തില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് രാഷ്ട്രീയം ഉന്നയിച്ചതിന് ശേഷം പിന്നീട് കോടതിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കോടതി വ്യവഹാര നടപടികളെല്ലാം തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടല്ലോ. ഏത് മതചിഹ്നമാണ് അവിടെ ഉപയോഗിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്റെ കൃത്യമായ മറുപടി ഉണ്ടായില്ല. ഭാരതാംബ എന്ന് പറയുന്നത് മതചിഹ്നമാണ് എന്ന രീതിയിലേക്ക് പറയാനായിട്ട് കഴിയുമോ? ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ആരാധനയുടെ പ്രതീകമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഇതൊന്നുമില്ല. അപ്പൊ ഗവർണർ ഇവിടെ ആരുടെ അടുത്തും വഴക്കിന് വന്നില്ല. ഒരു സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം അവിടെ ഭാരതാംബയെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ആൾക്കാർക്കും ഗവർണർക്കും തമ്മിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് പങ്കെടുക്കേണ്ട. മുമ്പ് എത്രയോ തവണ എന്തെല്ലാം പരിപാടികൾക്ക് സെനറ്റ് ഹാൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കുകയും ആ പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ വരികയും പിന്നീട് ഈ കുട്ടിപ്പട്ടാളത്തിനെ ഇളക്കി വിടുകയും ചെയ്തതിന് ശേഷം പോലീസിനോടൊന്നും ചെയ്യരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ട് പോലീസിനെ അവരുടെ ലാത്തി അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് തല്ലി മേടിച്ചോ എന്ന രീതിയിലത്തേക്ക് മാറ്റി അനാവശ്യമായിട്ട് അവർക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവർ തള്ളിക്കയറി. നേരത്തെ പറഞ്ഞ പരീക്ഷാ വിഭാഗത്തിലടക്കം അവർ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. VC-യുടെ അവിടെ ആ ഒരു ഗ്രില്ലിട്ട് പൂട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ മുറി വാൻഡലൈസ് ചെയ്യപ്പെടുമായിരുന്നു. എന്താ തർക്കം? ഇത്രയും കാര്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യത്തിൽ എന്താ തർക്കം? ഈ അമേരിക്കയിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്യാപിറ്റോളിൽ ഇതേപോലെ തന്നെ പ്രശ്നം ഉണ്ടായപ്പോൾ ആൾക്കാർ അവിടെ കയറിയിട്ട് കണ്ട ഗുണ്ടാണെല്ലാം എടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടതാണ്. ഒരു മോബ്, ഒരു ആംഗ്രി വയലന്റ് മോബ് ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തവും അവിടെ നടക്കുമായിരുന്നു. പക്ഷെ ആ ഗ്രില്ല് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ അവരാരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ സമാനമായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു. ആൾക്കാരുടെ കയ്യിൽ നിങ്ങൾക്ക് അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ രാഷ്ട്രീയ തെമ്മാടിത്തം നിങ്ങൾക്ക് കാണിക്കാമോ ആ തെമ്മാടിത്തം എല്ലാമാണ് ഇന്നിവിടെ കണ്ടത്. അതല്ല എങ്കിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് VC ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവകലാശാലയിലേക്ക് കയറ്റുകയില്ല എന്ന് പറയാൻ കഴിയുന്നത്? ഇവന്റെയൊക്കെ വീട്ടിൽ നിന്നാണ് സർവകലാശാല കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് പറയാനുള്ള റൈറ്റ് എവിടെ നിന്നാണെന്ന്? ഇപ്പൊ സമരത്തിന്റെ പേരിൽ പോടാവില്ലേ പോലീസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ പറയുന്നതാണെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ല എങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ല.
നിങ്ങൾ അവിടെ തള്ളിക്കയറി പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, പോലീസിനെ നോക്കുകുത്തിയായിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ കയറി വാൻഡലൈസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ സഖാക്കൾക്ക് തന്നെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ആ ജനൽ വഴി ആൾക്കാരെ അവിടേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ, BC അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല, ഇനി അവിടെ കയറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇത് കാവ്യവൽക്കരണമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് പ്രശ്നം. അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആരൊക്കെയാണ്? രജിസ്ട്രാർ അവിടെയുണ്ട്, സർക്കാർ പൂർണ്ണമായിട്ട് കൂടെയുണ്ട്, സർക്കാരിന്റെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേണ്ടി പോകുന്ന ആൾക്കാർ അവിടെ കൂടെയുണ്ട്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ കാര്യത്തിൽ ഒരേപോലെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി, നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന പോലീസ് സംവിധാനം അവിടെയുണ്ട്. ഇത്രയും ആൾക്കാർ നിങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് നിയമപരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. ശരിയാണ്. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് താങ്കൾ പറഞ്ഞുവല്ലോ, പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ സർക്കാരിനാണ് എന്ന രീതിയിലാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞത്, അല്ലേ? അതായത് പ്രതിപക്ഷം ഈ സമരത്തെ അവഹേളിക്കുകയില്ല എന്നല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ രീതിയിലല്ല. ഇത് അക്രമ സമരമാണ്, ഗുണ്ടായിസമാണ്, സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ സമരങ്ങളെ ചോരയിൽ മുക്കുന്ന അതേ പോലീസ് തന്നെയാണ് ഇന്ന് SFIയുടെ ഗുണ്ടായിസത്തിന് കൂട്ടുനിന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പ് പറയുന്നത്. എന്നോടാണോ? അതെ അതെ, അത് BJP എന്നുള്ള സമ്മർദ്ദം ഉണ്ടായിക്കാണ്. കാരണം അദ്ദേഹം BJPയുടെയും പിന്നെ VD സതീശന് BJPയിൽ നിന്നുള്ള സമ്മർദ്ദം വേണോ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ? അല്ല, VD സതീശന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ പോയി കഴിഞ്ഞിട്ട് ഉറപ്പല്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ന് ഉച്ചവരെ അതിന് പിന്തുണ അല്ല ഗവർണറുടെ നടപടി തെറ്റാന്നും ശരിയല്ലെന്നും അക്കാര്യത്തിൽ നിലപാട് മാറ്റം ഉണ്ടായിട്ടില്ല. ഇതങ്ങനെയല്ല. SFIയുടെ സമരത്തെ കുറിച്ചാണ്. ഈ പ്രതിപക്ഷ സമരങ്ങളെ ചോരയിൽ മുക്കുന്ന പോലീസ് എങ്ങനെയാണ് കൈപിടിച്ചവരെ മുകളിലേക്ക് കയറ്റിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഇത് അക്രമ സമരമാണല്ലോ. അത് പറയണ KSU സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ KSU സമരം പിൻവലിക്കാനായിട്ട് ഈ പറഞ്ഞ VD സതീശൻ പറയൂ. അല്ല, KSUവിന്റെ സമരത്തെ പോലീസ് ഇതുപോലെ സഹായിക്കുമോ? KSUവിന്റെ പ്രവർത്തകർക്ക് ഉശിരില്ലാത്തതുകൊണ്ട് KSUവിന്റെ പ്രവർത്തകർ 4-5 പേര് കയറി. അല്ല, ഈ സർവകലാശാലയുടെ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് KSU പ്രവർത്തകർ പോകുമ്പോൾ പോലീസ് ഇങ്ങനെ ഷീൽഡും പിടിച്ച് നോക്കി നിൽക്കുമോ? KSUവിന് സമരം ചെയ്യാനുള്ള ആസക്തി ഇല്ലെന്നേ. സമരം പ്രഖ്യാപിക്കാന്ന് മാത്രമുണ്ട്. 4-5 പേര് വരും. അവരെ ഒരു ഒറ്റ പോലീസുകാരൻ നിയന്ത്രിക്കാനുള്ള സംഘടനാ ശക്തി ആ പാർട്ടിക്കുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ബാരിക്കേഡ് മറികടന്ന് പോകുവാൻ അനുവദിക്കില്ല, തല്ലി ഓടിക്കും. നല്ല തല്ല് കിട്ടും. ഇന്ന് അവിടെ അടി ഉണ്ടായല്ലോ. ഒരടി ഉണ്ടായില്ല, അവിടെ തലോടലാണ് ഉണ്ടായത്. നിങ്ങളിതൊന്നും കാണത്തില്ലല്ലോ. നിങ്ങളുടെ ക്യാമറ എന്തായാലും ഓഫ് ചെയ്ത് വെച്ചോ ക്യാമറ. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ദൃശ്യങ്ങളുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഒന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കാണും, ഉന്തും തള്ളും ഉണ്ടായി കാണും, അത്രേ ഉള്ളൂ. നിങ്ങൾ ചില വിഷ്വൽസ് നിങ്ങളുടെ ക്യാമറ അദ്ദേഹം കാണും. അപ്പൊ അവൻ ക്യാമറ കുറ്റപ്പെടുത്തില്ല. നിങ്ങളത് കട്ട് ചെയ്തായിരിക്കും. ആർക്ക് പരിക്കേറ്റു? ഒരൊറ്റ SFIക്കാർക്ക് പരിക്കേറ്റിട്ടില്ല. ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. ശരി ശരി. തന്നെ അവിടെ ജലവിലേക്ക് ഉപയോഗിച്ചു. പോലീസ് അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു. അവിടെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകത്തിന്റെ പേരില്ല നിങ്ങളുടെ വിഷമം. ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിൽ ഈ ചാൻസലർ പദവി ആ സംസ്ഥാന സർക്കാരുകൾ എടുത്തു കളഞ്ഞു. BJPയുടെ നിയോഗിച്ചിരിക്കുന്ന ഗവർണർമാർ ഒപ്പിട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭ ഈ ചാൻസലർ പദവി ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള നിയമം പാസാക്കി ഈ പറയുന്ന ഗവർണറെ എത്തിച്ചിട്ട് ഇതുവരെ ഒപ്പിടാത്തതിന്റെ കാരണം എന്തുകൊണ്ടാ ഇത്തരം കാര്യങ്ങൾ നേരത്തെ ഉപയോഗിച്ചൊരു വാക്ക് ഞാനും അങ്ങ് പറയാം. ഇത്തരം വൃത്തികേടുകൾ കാണിക്കാനായിട്ടാണോ അതിൽ ഒപ്പിടാത്തത്? ഒരു ആലങ്കാരിക പദവി മാത്രം. രാഷ്ട്രപതിയുടെ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ആ ആലങ്കാരിക പദവിക്ക് അപ്പുറമായിട്ട് ഒരു അധികാരം ഇല്ലെന്നുള്ള അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടനയിൽ. സുപ്രീം കോടതി 3 തവണ വിധിച്ചിട്ടുണ്ട്. ഇതൊന്നും പരിഗണിക്കാൻ ഒരു രാജാ പദവിയിലാണ് താൻ ഇരിക്കുന്നുള്ള ഒരു അഹംഭാവത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവി തനിക്ക് കിട്ടിയെന്നുള്ള ജാടയിൽ പ്രവർത്തിച്ചു. അത് കേരളത്തിൽ നടക്കില്ല മഞ്ജുഷ. നിങ്ങൾ എത്ര രീതിയിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അധിക പണിയെടുത്താലും അത് കേരളത്തിൽ നടക്കത്തില്ല. വളരെ വ്യക്തമല്ലേ അവിടെ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കേരളത്തിലെ 9 സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഒറ്റയടിക്ക് പുറത്താക്കിയത്? കഴിഞ്ഞ ഗവർണർ എന്ത് അധികാരത്തിന് അദ്ദേഹം പുറത്താക്കിയത്? അതേ കാവ്യവൽക്കരണത്തിന് പരസ്യമായിട്ട് താൻ RSSന്റെ അടിമയാണെന്നും 35 വർഷം താൻ ഇതിനോടൊപ്പം സഞ്ചരിക്കണമെന്ന് പറഞ്ഞില്ലേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ? ഈ അരുണാചൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗവർണർ ആരാ? അദ്ദേഹം ഒരു RSSന്റെ പ്രോഡക്റ്റാ. അദ്ദേഹത്തിന്റെ നിശ്വാസങ്ങളെല്ലാം RSSന്റെ ഗന്ധമാണ്. തർക്കമില്ല. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. കേരളം പോലെ സമൂഹത്തിൽ നടക്കുന്നില്ല. നിങ്ങൾ കുറെ പേരെ വിളിച്ചിരുത്തി ഇതിനെതിരെ ഗുണ്ടകളാണ്, ക്രിമിനലാണ്, തെമ്മാടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കേരളീയ സമൂഹം അത് അംഗീകരിക്കത്തില്ല. അതൊരു തർക്കമല്ല. അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിപ്പിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഒരു ബ്രെയിൻ വാഷിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ യു പ്ലീസ് ഡു ഇറ്റ്. നിങ്ങൾക്ക് എന്താ സാധിക്കാത്തെന്താ? അപ്പൊ അരാഷ്ട്രീയവാദം ഇവിടെ വരണം. ഇതിനെ അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ശ്രീ ശ്രീത് പണിക്കർ. ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ അരാഷ്ട്രീയവാദമാകും. അല്ല, അരാഷ്ട്രീയവാദം എന്ന് പറയുമ്പോൾ ഏതാണ് രാഷ്ട്രീയവാദം? ഇന്ന് അവിടെ സർവകലാശാലയിൽ നടന്നതല്ലേ രാഷ്ട്രീയവാദം?
ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങൾക്ക് ആശയപരമായിട്ട് ഇതിനെയൊക്കെ തന്നെ നേരിടാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്ത് ചെയ്യണം? ജനാധിപത്യപരമായിട്ട് സമാധാനപരമായിട്ടുള്ള സമരം ചെയ്യുന്നതിനുള്ള അവകാശം എല്ലാ ആൾക്കാർക്കുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സമരങ്ങൾ നിരവധി സമരങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള SFIക്ക് എങ്ങനെയാണ് ഒരു സമാധാനപരമായിട്ടുള്ള സമരം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ? അവരവിടെ എവിടെ പോകണമായിരുന്നു, ഏത് ഭാഗത്ത് സംഘടിക്കണമായിരുന്നു, എന്തൊക്കെ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കണമായിരുന്നു, പോലീസുമായിട്ട് ഒരു എക്സ്ചേഞ്ചിന് പോകേണ്ടതുണ്ടായിരുന്നോ, ഏത് സമയത്ത് സമരം അവസാനിപ്പിക്കണമായിരുന്നു, ഇതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ബാക്കി കാര്യങ്ങളെല്ലാം എവിടെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്നേ? തെരുവിലല്ല. സർവകലാശാലയിൽ ഇതേപോലെ ബലം പ്രയോഗിച്ച് കടന്നു കയറിയിട്ട് ഇവന്മാർ എന്ത് ചെയ്യുമായിരുന്നു? ഈ തള്ളി എവിടെ കയറുന്നു, ശരി, അവിടെ ചെന്നു, എന്നിട്ട് എന്ത് ചെയ്യും? അതേപോലെ ഉറി പോലേക്ക് തിരിച്ചു പോരേ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവിടെ തള്ളി കയറി അവിടെ ചെന്നതുകൊണ്ട് ഒരു കാര്യവും അവിടെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയുകയില്ല. കാരണം അത് നിയമം അനുസരിച്ച്, ചട്ടങ്ങൾ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. ഇവിടെ സെറ്റിൽ ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ ഇല്ലയോ? ഇപ്പോൾ ഗവർണർ ഒരു തീരുമാനമെടുക്കും ചാൻസലർ എന്ന നിലയ്ക്ക്. അതിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ അപേക്ഷ പിൻവലിച്ചിരിക്കുന്ന ആൾക്കാർ എവിടെ പോകേണ്ടി വരും? വീണ്ടും കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. 2, അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളിന്റെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നതിന് സിൻഡിക്കേറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടോ? അതും നിയമപ്രശ്നമാണ്. അതും അവിടെയാണ് നോക്കേണ്ടത്. ഒരേ സമയത്ത് തുല്യ പദവിയിൽ, അതായത് രജിസ്ട്രാർ എന്ന് പറയുന്ന പദവിയിലേക്ക് 2 ആൾക്കാർ ഇരിക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ലെജിറ്റിമസി എന്താണ്? ആരാണ് ഫയൽ നോക്കേണ്ടത്? ആരുടെ ഫയലാണ് സ്വീകരിക്കേണ്ടത്? ആർക്കാണ് ഓഫീസ് തുറന്നു കൊടുക്കേണ്ടത്? ഈ കാര്യത്തിനെ പറ്റി വീണ്ടും ഒരു നിയമപ്രശ്നമുണ്ട്. ആ പ്രശ്നം വീണ്ടും പരിഹരിക്കേണ്ടത് എവിടെയാണ്? ഈ പറയുന്ന പോലെ തള്ളിക്കേറി പോയിട്ടൊന്നും പരിഹരിക്കാനില്ല. അവിടെ നിന്നുകൊണ്ട് തെമ്മാടിത്തം കാണിച്ചുകൊണ്ട് ഒരു പരിഹരിക്കാനുമില്ല. BC അവിടെ കയറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റില്ല. കോടതിയുടെ ഉത്തരവുണ്ട്. BC അവിടെ വരുന്ന സമയത്ത് തടയാനായിട്ട് കഴിയുമോ? ഏതെങ്കിലും ഒരു കാശാൽ ഇവന്മാരൊക്കെ ചന്തിക്ക് നല്ല പിടകൊണ്ട് പോകുന്നേ BC അവിടേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിച്ചാൽ. അപ്പൊ അങ്ങനെ തല്ലുകൊണ്ട് പോകേണ്ടതാണോ? അങ്ങനെയാണോ ഈ സമരത്തിനെ നേരിടേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി SFI ആണ് ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഇത് ഒപ്റ്റിക്സിന് വേണ്ടിയിട്ട് നടത്തേണ്ടുന്ന സമരമല്ല, മറിച്ച് ഇതിലെ നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമപ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കേണ്ടത് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് എന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഇപ്പോൾ ഉണ്ടല്ലോ. ആ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഇതിനകത്ത് ആരാണ്? ഫൈനൽ വേർഡ് ചാൻസലറാണ്. ചാൻസലർ എടുക്കുന്ന തീരുമാനത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമപരമായിട്ട് പോയി കോടതിയിൽ ചോദ്യം ചെയ്യാം. അതിനു പകരം ഈ കുട്ടി സഖാക്കന്മാരെ വെച്ചുകൊണ്ട് ഇവിടെ ഈ ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് നേടുന്നു? ഞാൻ ചോദിക്കട്ടെ, മുമ്പ് പഴയ ഗവർണർ അവിടെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന സമയത്ത് ഇതേപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. 6 മണിയാകുമ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് SFI എന്താ ചെയ്തേ? ഈ കളിയൊന്നും അവിടെ നടക്കത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് 4 മണിയായപ്പോഴത്തേക്ക് പ്രതീകാത്മകമായിട്ടുള്ള സമരം കഴിഞ്ഞിട്ട് ചേട്ടന്മാരെല്ലാം വീട് പറ്റി, എല്ലാവരും പോയി. അന്നായിരുന്നു നമ്മൾ ഈ കണ്ട പാൽക്കുപ്പി വേണോ മോനെ, ഹോർലിക്സ് വേണോ, ബിസ്ക്കറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ പിന്നാലെ നടക്കുന്നത് നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അരാജകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്ന സംവിധാനമാണ്. പോലീസ് ഇവിടെ നീതിയും നിയമവും നടപ്പാക്കാനുള്ള ഒരു സംവിധാനമാണ് എങ്കിൽ എല്ലാ സമരങ്ങളോടും ഒരേ മാർഗം സ്വീകരിക്കണം. ഈ ബാരിക്കേഡ് കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണ്? മറ്റേ ഈ സൂപ്പർ മാരിയോ പോലത്തെ ഗെയിമാണോ? ആ ഗെയിം കളിക്കുന്നതിനോട്ടാണോ SFIക്കാർ ഇങ്ങനെ ടോ എന്ന് പറഞ്ഞ് വന്നിട്ട് എടുത്ത് ചാടി വീണ്ടും അങ്ങനെ പോകുന്നു? ആ കളിക്ക് വേണ്ടിയിട്ടാണോ ഇവിടെ ബാരിക്കേഡ് കൊണ്ടുവച്ചിരിക്കുന്നത്? അല്ലെന്നേ. ഈ ബാരിക്കേഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പ്രവേശിക്കരുത്. പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ നിയമപരമായിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന നടപടി എന്താണോ ആ നടപടി ചെയ്യണം. അതല്ലാതെ ഇവിടെ അത് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഏമന്മാർ അവിടെ കൈയും കെട്ടി മാറി നിൽക്കുകയാണ്. എനിക്ക് ആ പോലീസുകാരോട് വ്യക്തിപരമായിട്ട് ഒന്നുമില്ല. കാരണം അവരോട് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് എന്തോ അത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പോലീസുകാരുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ലാത്തി മേടിച്ചിട്ട് നിങ്ങൾക്ക് 2 തന്നാൽ കൊണ്ടോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട പോലീസുകാർക്ക് വേറെ മാർഗ്ഗമില്ല. നമ്മൾ ഈ പോലീസ് എന്ന് പറയുമ്പോൾ അവിടെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്ന പോലീസുകാരുടെ അവസ്ഥ നമുക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പറയുന്നത്. പക്ഷേ എന്തിനാണ് അങ്ങനെയുള്ള ആൾക്കാരെ നോക്കുകുത്തിയായിട്ട് SFIയുടെ കയ്യിലെ കളിപ്പാവകളായിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് ഇവന്മാരെല്ലാം കൂടി ഇങ്ങനെ ഓടുകയാണ്. അവിടുത്തെ പുൽത്തകടിയും കടന്ന് ഈ കെട്ടിടത്തിലേക്ക് കയറുന്നു. എന്നിട്ട് അവിടെയുള്ള ഈ വലിയ കഥവുകളൊക്കെ തന്നെ തള്ളി തുറക്കുന്നു. അവിടെ പോയിട്ട് അതായത് ഞാൻ ചോദിച്ചാൽ ഈ ചേട്ടന്മാർ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നേ? എന്ത് ചെയ്യും? ഇവന്മാർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? വേണമെങ്കിൽ അവർ ഈ VCയുടെ റൂം തുറന്ന് കയറി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് എറിയുമായിരിക്കും. അവിടെ ഇരിക്കുന്ന ഫോൺ വേണമെങ്കിൽ തകർക്കുമായിരിക്കും. നമ്മൾ പണ്ട് ശിവൻകുട്ടി നിയമസഭയെ കാണിച്ചിരിക്കുന്ന കുറെ കസർത്തൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് നേടി? എന്ത് കാര്യം നിങ്ങൾ അതുകൊണ്ട് സാധിക്കുന്നു? ഒന്നും സാധിക്കാനില്ല. അവിടെ കാണുന്ന കുറച്ച് വയറുകളൊക്കെ വേണമെങ്കിൽ വലിച്ചു പറിക്കാം, കുറെ കാര്യങ്ങൾ എടുക്കാം. പക്ഷെ അത് ഗവർണർക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് SFI കാണുന്നത്. SFIയെ പറഞ്ഞു വിടുന്ന CPM അത് തന്നെയാണ് കാണുന്നത്. ഗവർണർക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ്. ഇപ്പോൾ SFIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് ഇതിന് നേതൃത്വം നൽകിയത്. ശിവപ്രസാദ് സംസാരിച്ചിരുന്നു. ശിവപ്രസാദിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തെ കായികമായൊന്നും ഏതായാലും SFI കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നില്ലല്ലോ. പക്ഷേ അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിന്റെ ചൂട് അദ്ദേഹം അറിയും. അദ്ദേഹം അറിയാതെ ഒന്നും പോകാൻ വേണ്ടി കഴിയില്ല. അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിന്റെ ചൂട് അദ്ദേഹം അറിയും. അദ്ദേഹത്തിന് ഒരു ശീലം അങ്ങനെയാണല്ലോ, വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുക, ഫയലിൽ ഒപ്പിടാതിരിക്കുക, പിന്നെ അത്തരം ചില കുസൃതികളാണ് അദ്ദേഹം കാണിക്കുന്നത്. കുസൃതിയൊക്കെ അദ്ദേഹം വീട്ടിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളോട് കാണിച്ചാൽ മതി. കേരളത്തിലെ വിദ്യാർത്ഥികളോടും കേരള സർവകലാശാല വിദ്യാർത്ഥികളോടും അദ്ദേഹം കാണിക്കണം.
ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം അടക്കം റദ്ദ് ചെയ്യാൻ ഗവർണർ ചാൻസലർ ആലോചിക്കുന്നു എന്നൊക്കെ വാർത്തകളുണ്ട്. അദ്ദേഹത്തിന് അതിനൊന്നും അധികാരമില്ലെന്നേ. ഇല്ലാത്ത അധികാരത്തിന് മുകളിൽ അടയിരിക്കുന്ന രാജാവല്ലാത്ത ആൾ രാജാവെന്ന് പ്രഖ്യാപിച്ച് നടക്കുമ്പോൾ അയാളെ പറ്റി വേറൊന്ന് പറയാനാണ്. രാജ്ഭവനിൽ ഇരിക്കുന്ന ആൾ രാജാവാണെന്ന് അയാൾ പറയുന്നു, പക്ഷെ രാജാവല്ല എന്ന സത്യം നമുക്കറിയാം. അദ്ദേഹത്തെ ആര് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഹിന്ദിയിൽ പറയണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഹിന്ദിയിലും പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് തർജ്ജമ ചെയ്ത് കൊടുക്കുക. ഏത് ഭാഷയിലാണ് അദ്ദേഹത്തിന് വേണ്ടത് തർജ്ജമ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് പഠിക്കണം. രാജ്ഭവനിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഗവർണർക്ക് രാജ്ഭവനിൽ വേറെ പണിയൊന്നുമില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ പൈസയിൽ വെറുതെ ഉണ്ടുറങ്ങി സുഖിച്ച് കഴിയല്ലേ രാജ്ഭവനകത്ത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തിന് വായിക്കാൻ വയ്യെങ്കിൽ കുറെ RSകാരെ അവിടെ ജോലിക്ക് വെച്ചിട്ടുണ്ടല്ലോ, സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ. അവരോടൊക്കെ ഒന്ന് വായിച്ച വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. SFIയും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം, SFIയും RSSും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളി, ഇങ്ങനെ കാണേണ്ടി വരും ശ്രീ പണിക്കർ. SFI അടങ്ങിയിരിക്കുകയില്ല. അല്ല, SFI അടങ്ങിയിരിക്കില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ പേര് മാറുന്നു, വ്യക്തി മാറുന്നു എന്നത് മാത്രമേ ഉള്ളൂ. നേരത്തെ ആർഷോ ആണെങ്കിൽ അദ്ദേഹത്തിന് പകരം ഇപ്പോൾ വേറൊരാൾ, അവർ ആ ബാറ്റൺ ഇങ്ങനെ പിന്തുടർന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ SFIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് CPMന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനയല്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ വസ്തുത എങ്ങനെയാണ് എന്നും അത് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിൽ ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് എങ്കിൽ ആ ആശയപരമായിട്ടുള്ള പോരാട്ടം നിങ്ങൾ നടത്തേണ്ടത് എവിടെയാണ്? കോടതിയിലാണ്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ സ്വന്തമായിട്ട് രജിസ്ട്രാർ ഈ ഒരു തീരുമാനം എടുക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അത്രത്തോളം കർത്തവ്യനിരതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഈ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഈ സർവകലാശാലയിൽ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഈ സർവകലാശാല എവിടെ പോയി നിൽക്കുമായിരുന്നു? ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരള സർവകലാശാല എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഓട്ടോണമസ് ആയിട്ടുള്ള അധികാരങ്ങളെ പറ്റിയൊന്നും ആരും ദൈവത്തെ ഓർത്ത് പറയരുത്. ഇവിടെ നടന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അതിന് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്കിംഗ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ആ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ പണിപാളി എന്നുള്ളത് വ്യക്തമായതാണ്. അടുത്തതായിട്ട് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണോ സിൻഡിക്കേറ്റ് അദ്ദേഹത്തിന്റെ സസ്പെൻഷനെ റിവോക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ സിൻഡിക്കേറ്റ് ഒരു തീരുമാനം എടുക്കുന്ന ഉടനെ തന്നെ അദ്ദേഹം പോയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പരാതി തിരിച്ചു വാങ്ങുക. ശരിയാണ് ശ്രീ റെജി. എതിർ പരാമർശങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയത്തിലാണ് സിൻഡിക്കേറ്റിന്റെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് KS അനിൽകുമാർ രജിസ്ട്രാർ അദ്ദേഹം തന്റെ ഹർജി പിൻവലിച്ചുകൊണ്ട് പോകുന്നത് ഹൈക്കോടതിയിൽ നിന്ന്. അപ്പോൾ നിലവിൽ ആരാണ് രജിസ്ട്രാർ എന്നതിനെ കുറിച്ച് അവ്യക്തതയുണ്ട് സർവകലാശാലയിൽ. അല്ല, ഇവിടുത്തെ ചർച്ചയുടെ മുഖ്യ വിഷയം SFI എന്ന് പറയുന്ന തെമ്മാടിക്കൂട്ടത്ത് എന്ന് പറയുന്ന നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ കുട്ടികളെ കുറിച്ചാണ്. ഇവിടെ കേരളത്തിൽ വൈസ് ചാൻസലറെ കരാർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ നിർഭാഗ്യവശാൽ ആ പേര് മറന്നുപോയി. ആ വൈസ് ചാൻസലറെ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റോട് ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് കരാർ ചെയ്തു കേരളത്തിലെ ഉശിരുള്ള കുട്ടികൾ. അവസാനം ഗവർണർ സ്ഥാനത്തും സ്വയം പോകേണ്ട വന്നു. ആ ചരിത്രമുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ഗവർണർ ഒരു വൈസ് ചാൻസലർക്കെതിരെ സമരം നടത്തുന്നൊന്നും ആദ്യമൊന്നും അല്ല കേരളം. കേരളം ഇതുപോലെ എത്രയോ സമരവേദികളുണ്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചരിത്രത്തിൽ ശശികുമാർ സാർ ചിലപ്പോൾ അത് ഓർക്കുന്നുണ്ടാവും. അതായത് വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം തെറ്റ് ആര് ചെയ്താൽ, പ്രത്യേകിച്ച് വർഗീയവൽക്കരണത്തിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കേരളം നേരിടും. അതിൽ യാതൊരു തർക്കവും. നിങ്ങൾ ഇതുപോലെ അസഹിഷ്ണുപ്പെട്ടിട്ട് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും കേരളത്തിലെ പൊതുജനത്തെ ബോധ്യപ്പെടാൻ ഇതുവരെ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ എല്ലാം തെമ്മാടി കൂട്ടങ്ങളാണ് അവന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ കേരളത്തിലെ കുട്ടികളെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല? കുട്ടികളെ എന്തുകൊണ്ട് KSUവിലേക്കോ RSSലേക്കോ അല്ലെങ്കിൽ ABVPയിലേക്കോ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഇനി രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്ത് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അവരെന്തായത് അവരിപ്പോ സാധാരണ ഏത് സംഘടന സമരം നടത്തിയാലും ബാരിക്കേഡെല്ലാം ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ടൊക്കെ പോകും. ആ കുട്ടികൾ എന്തായാലും തകർത്തു നശിപ്പിച്ചില്ലല്ലോ. അത് അവരുടെ സമര വീര്യമാണ്. കേരളത്തിൽ അങ്ങനെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ SRCPക്കെതിരെ വാരികുന്തമായിട്ട് സമരം നടത്തി 10-30 പേര് മരണമടഞ്ഞിട്ടുള്ള നാടായത്. അതിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ. അദ്ദേഹം അവശനായിട്ട് ഹോസ്പിറ്റലാണ്. അവിടെ നിങ്ങൾ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. കേരളത്തെ സംബന്ധിച്ചുള്ള ഏതെല്ലാം ഭാഷകൾ നിങ്ങൾ ഉപയോഗിച്ചാലും അത് അസഹിഷ്ണുതയുടെ വാക്കുകളാണല്ലോ, വേറെ ഒന്നുമില്ല. അരാഷ്ട്രീയവാദം സംസാരിക്കാൻ ആർക്കും പറ്റും. കേരളത്തിൽ അതിന് വിട്ടുതരത്തില്ല മഞ്ജുഷ. അത് നിങ്ങൾ ഒരു സംശയം പേരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. എനിക്ക് ആ വൈസ് ചാൻസലറുടെ പേര് ഞാൻ മറന്നുപോയി. അത് അങ്ങനെയുള്ള ചരിത്രമുള്ള കേരളത്തിൽ ഈ ഒരു അജിരേക്കർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗവർണർ RSSന്റെ തിട്ടൂരങ്ങള് നമ്മുടെ വിദ്യാഭ്യാസ മേഖല അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുകയല്ല. കേരളത്തിൽ ഒരു കാരണവശാലും നടക്കത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ 95% ക്യാമ്പസുകളിൽ അധികാരത്തിലിരിക്കുകയും കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം ജനങ്ങളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന
SFIയുടെ പ്രവർത്തനത്തിന് ആകർഷകരാകുന്ന കുട്ടികളെ നിങ്ങൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് പുതിയ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. ശരി, അതായത് സർവകലാശാലകളിൽ ചുവപ്പുവൽക്കരണം എന്നുള്ള ആരോപണം നേരിടേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അല്ല, അങ്ങനെയാണ് ചുവപ്പുവൽക്കരണം ഞങ്ങൾ നടത്തുവാണ്. പിന്നെ എന്തിനാണ് ഇവര് അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടികളെ തടയാത്ത എന്തുകൊണ്ടാണ്? ഇനിയിപ്പോ ചുവപ്പുവൽക്കരണം ആയിക്കോട്ടെ. ഇവിടെ ഞങ്ങളുടെ കുട്ടികൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണേ ആകാമല്ലേ ഇവിടെ ചുവപ്പുവൽക്കരണത്തിനെതിരെ കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാതിരിക്കാൻ? എന്നിട്ട് നിങ്ങളെ സാധിച്ചിട്ടുണ്ടോ? കുട്ടികൾ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുക SFIയിലേക്ക്. എന്തുകൊണ്ടാ? പുരോഗമന കേരളത്തിന്റെ ആണിക്കല്ലെന്ന് പറയുന്ന പുതിയ തലമുറയാ. അവരെ അത് ആവശ്യിക്കുന്നു. അവരാരും നിർബന്ധിച്ചിട്ടുണ്ട്? ഇവിടെ എന്തെങ്കിലും പട്ടാളത്തിന്റെ കീഴിലാണോ ഇരിക്കുന്നത്? നിങ്ങൾ SFI ചേരണമെന്ന് പറയാനായിട്ട്? അവരുടെ നിങ്ങളെപ്പോലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കേരളത്തിന്റെ ശരി, അല്ല വിദ്യാർത്ഥി സമരം എന്ന് പറയുന്നത് സർക്കാരിന്റെ തീരുമാനങ്ങളെ, വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. അതിവിടെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ SFIക്ക് പ്രത്യേക ജോലിയില്ല, സർക്കാർ വിരുദ്ധ സമരങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ പുതിയ ഒരു ഇനം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗവർണർ വിരുദ്ധ സമരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണിപ്പോൾ SFI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് കേരള സർവകലാശാലയിൽ കണ്ടത്. അതിന് പോലീസിന്റെ അനുവാദമുണ്ട്. അതായത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. അങ്ങനെ പുതിയ പോലീസ് മേധാവി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഉദ്യമം അത് അദ്ദേഹം വിജയകരമായി നിർവഹിച്ചിരിക്കുകയാണ്. SFIക്കാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റി. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേരള സർവകലാശാല SFI സമരത്തിന് പോലീസിന്റെ സഹായമോ? സഹായമെന്ന് 89% പ്രേക്ഷകരും. വണ്ടി വരെ അവസാനിക്കുന്നു. നന്ദി.